മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യൻ കർത്തൃദാസൻ പാസ്റ്റർ വിൽസൺ മാത്യു, ഈ മേഖലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ക്രിസ്തീയ ശുശ്രൂഷയിൽ എനിക്ക് ഏറെ ആത്മബന്ധമുള്ള, ദൈവം ഈ മേഖലയിലെ ദൈവപ്രവർത്തിക്കായി മുൻകണ്ട ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാത്സല്യ കർത്തൃഭൃത്യൻ പാസ്റ്റർ സണ്ണി മാത്യു, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിവിധ നിലകളിൽ നേതൃത്വം നൽകി പാസ്റ്റർ സണ്ണി മാത്യുവിനോട് ചേർന്ന് ത്യാഗപൂർവം ഈ മേഖലയിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, സെക്രട്ടറി ഇവാഞ്ചലിസ്റ്റ് ഡിനോയം ഡേവിഡ്, ട്രഷറർ ബ്രദർ ബെന്നി പി എ, ആദരണീയരായ മറ്റ് കർത്തൃഭൃത്യന്മാർ, ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. വളരെയധികം ദീർഘവീക്ഷണത്തോടും ക്രാന്തദർശിത്വത്തോടും കൂടെ നെടുമ്പാശ്ശേരി മേഖലയിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ത്യാഗപൂർവമായ അധ്വാനം വ്യർത്ഥമല്ല. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം ദൈവത്തിൻ്റെ കരമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരമാണ്. കർത്താവിന് സ്തോത്രം. ഈ വേദിയിൽ ആഗതരായിരിക്കുന്ന ദൈവഭൃത്യന്മാരിൽ ഞാൻ ക്രിസ്തുവിൽ ഏറെ ആത്മബന്ധത്തോടെ സ്നേഹിക്കുന്ന പാസ്റ്റർ ടി എം മാത്യു, തൊട്ടു മുൻപ് അദ്ദേഹം ഇവിടെ പ്രാർത്ഥിച്ചു. എനിക്ക് ക്രിസ്തീയ ശുശ്രൂഷയിൽ മുൻകഴിഞ്ഞ ആത്മീയ ബന്ധങ്ങളിൽ മറക്കുവാൻ കഴിയാത്ത വളരെയധികം ഇഴയെടുപ്പമുള്ള ആത്മബന്ധമുള്ള ദൈവഭൃത്യന്മാരിൽ മറക്കാൻ കഴിയാത്തയാളാണ് പാസ്റ്റർ ടി എം മാത്യു അവറുകൾ. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ ലഭ്യമായ അവസരം, വർഷങ്ങൾക്ക് മുൻപ് മുതൽ നീണ്ടു നിൽക്കുന്ന ആത്മീയ ബന്ധം, ഈ വേദി ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കിയ അവസരം ജീവിതത്തിൻ്റെ ഭാഗ്യമായി കാണുന്നു. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. തുടർച്ചയായിട്ട് കേരളത്തിൽ വിവിധ മേഖലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിക്റ്റ് കൺവെൻഷനുകളിലും പ്രഭാഷണ വേദികളിലും വചനം പങ്കുവെച്ച് വരുന്നത് കൊണ്ട് ശബ്ദത്തിനും ആരോഗ്യത്തിനും അല്പമല്ലാത്ത അസ്വസ്ഥതയുണ്ടെങ്കിലും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് പകൽ രാത്രി ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കും. ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്തേക്ക് സുവിശേഷ പ്രഭാഷണാർത്ഥം ക്ഷണിക്കപ്പെട്ടു. ആ രാജ്യത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുവാനായിട്ട് എത്തിച്ചേർന്നപ്പോൾ എൻ്റെ പ്രസംഗത്തിന് തൊട്ടു മുൻപ് അവിടെയുള്ള രവീന്ദ്രൻ എന്നൊരു സഹോദരന് അല്പമിനിറ്റുകൾ സാക്ഷ്യത്തിനായിട്ട് സംഘാടകർ നൽകി. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താൻ സൂചിപ്പിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. താൻ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് നിരണത്തേക്ക് ഒരു യാത്ര പോയ സമയം, ആ യാത്രയ്ക്കിടയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം കണ്ടത്തിൽ ഒരു സുവിശേഷ പ്രസംഗം കേട്ട് താൻ അവിടെ ഓട്ടോ നിർത്തിയിട്ട് വെറുതെ ഒരു മയിൽക്കുറ്റിയിലേക്കിരുന്ന് അല്പം റിലാക്സ് ചെയ്യാൻ സമയമെടുത്തിട്ട് പ്രസംഗം കേട്ടു. പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ സമയം യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങുവാനുള്ള പ്രേരണ വന്നപ്പോൾ താൻ അവിടെ ആ വഴിവക്കിലെ കല്ലിലിരുന്ന് ഒരു തീരുമാനം ഇങ്ങനെ പ്രസ്താവിച്ചു. കർത്താവേ, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നെ ഞാൻ നിൻ്റെ കരങ്ങളിൽ തരുന്നു. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കട്ടെ, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് പകൽ രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുവെടുക്കുന്ന വേദനയുടെ ചോദ്യങ്ങൾക്കുത്തരം തരാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. യേശുവേ, നീ ജീവിക്കുന്ന ദൈവമെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരടയാളം വയ്ക്കുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം എനിക്കൊരു വിവാഹാലോചന വരികയും ആ വിവാഹാലോചനയിൽ നിയുക്ത പെൺകുട്ടിയുമായി വ്യക്തിഗതമായി സംസാരിപ്പാൻ അവസരമുണ്ടാകുമ്പോൾ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണെന്ന് അവൾ സാക്ഷ്യം പറയുകയും ചെയ്താൽ യേശു ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടു എന്നതിൻ്റെ തെളിവായിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇറങ്ങിപ്പോയി.
ആ ഓട്ടോയിൽ കയറിത്തൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അടുത്ത ഒരു ശനിയാഴ്ചയായിരുന്നു. അടുത്ത ദിവസം ഞായറാഴ്ചത്തെ ആരാധനയിൽ ഒരു പെന്തക്കോസ്ത് ഹോളിൽ താൻ ആരാധനയിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് തനിക്കൊരു വിവാഹാലോചന വന്നു. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആ പെൺകുട്ടിയെ കാണുവാനായിട്ട് എത്തിയപ്പോൾ വ്യക്തിഗതമായി സംസാരിപ്പാൻ അവസരമുണ്ടായപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം ഉറപ്പായി പറയാം, സ്തോത്രം, ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയ ദൈവപൈതലാണ്. വിവാഹം നമ്മുടെ മതാചാരപ്രകാരം നടന്നാലും എൻ്റെ ഹൃദയവും ജീവിതവും ഞാൻ യേശുവിനായി സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, അതേ പ്രിയ മകൻ പറഞ്ഞു, ഞാനും ശനിയാഴ്ച വൈകിട്ടൊരു തീരുമാനമെടുത്തിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ച ഇതേ വാചകമായിരുന്നു, യേശു ജീവിക്കുന്ന ദൈവം തന്നെ. അദ്ദേഹം, ദൈവത്തിന് സ്തോത്രം, അവിടെ നിന്ന് വിവാഹാനന്തരം ഈ പെൺകുട്ടി നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവളായതുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരു പേപ്പർ സംവിധാനത്തിലൂടെ അന്യനാട്ടിലെത്തിയതാണ്. ആ സഭയിൽ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ആദ്യമായി സുവിശേഷയോഗം വെക്കാൻ അവസരമുണ്ടായപ്പോൾ അന്ന് കണ്ടത്തിൽ പ്രസംഗിച്ച ദൈവദാസൻ എന്ന നിലയിലാണ് എന്നെ ക്ഷണിക്കുവാനായിട്ട് അവസരമുണ്ടായത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ഈ വഴിവക്കിൽ മുഴങ്ങുന്ന വചനത്തിൻ്റെ വ്യാപാരശക്തി എത്രമാത്രം ഫലതരമാണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ കണക്കുകൂട്ടലുകൾ പരിമിതമാണെങ്കിലും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളും അല്പമിനിറ്റുകൾ പ്രാർത്ഥനയിൽ ജാഗരിക്കണം. എല്ലാ നാവുകളിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഇവിടെ ഉയരണം. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ വെട്ടിമാറ്റിക്കൊണ്ട് യേശുവിൻ്റെ കരം ഈ ദേശത്തിന്മേൽ വൻക്രിയകൾ ചെയ്യേണ്ടതിന്, കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്തുന്ന യേശുവിൻ്റെ കരം ചില രോഗികളെ സൗഖ്യമാക്കേണ്ടതിന് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിൻ്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട്, ഡയാനയുടെ വ്യാപാര ശക്തികളെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം തുറന്നോസിൻ്റെ പാഠശാലയിൽ തുറന്നു വെച്ച വചനത്തിൻ്റെ പുറകിൽ വ്യാപരിച്ച ദൈവാത്മാവിൻ്റെ വ്യാപാരം ഇന്ന് രാത്രിയിൽ നെടുമ്പാശ്ശേരിയിൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ ഈ മേഖലയെ അടക്കി വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ബന്ധിച്ചുകൊണ്ട് ക്രൂശിൻ്റെ വചനമായി ക്രിയ നടത്തുന്ന രാത്രിയായി തീരേണ്ടതിന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചുയരുകയാണ്. പാതാള ശക്തികൾക്ക് നേരെ, നരക കവാടങ്ങൾക്ക് നേരെ, സാത്താൻ്റെ ഒടുങ്ങ പകയ്ക്ക് നേരെ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. യെസ്, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഒരുപോലെ പ്രാർത്ഥനയിൽ പോരാടുക. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളുടെയും നാവിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ രോഗികൾ ഈ രാത്രി ഇതിനകത്ത് സൗഖ്യം പ്രാപിക്കണം. ഇന്ന് രാത്രിയിൽ ശാപത്തിൻ്റെ, കുടുംബത്തെ ബന്ധിച്ചു നിൽക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളുടെ മേൽ യേശുവിൻ്റെ കരം ബലത്തോടെ വ്യാപരിക്കണം. വാഗ്ദത്തത്തിനെതിരെ പണമുയർത്തി നിൽക്കുന്ന പാതാള ശക്തികളുടെ മേൽ യേശുവിൻ്റെ കരം ചില വ്യക്തികൾക്കായി വിടുതലിന് ചലിക്കുന്ന രാത്രിയാകണം. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം മേയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രൻ്റെ കരത്താൽ ചില വ്യക്തമായ വിടുതലുകൾ അടയാളത്തോടെ ഈ ഗ്രൗണ്ടിൽ സംഭവിക്കേണ്ടതിന് ആത്മനിയോഗത്തിനായി ഈ ശുശ്രൂഷയെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൈമാറുന്നു. ദൈവാത്മാവ് അത് കൈയേറ്റത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം.
വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ വേദപുസ്തകം അങ്ങനെ നിന്ന് പിടിച്ചാട്ടെ, ആ വേദപുസ്തകം അങ്ങനെ നിന്ന് പിടിച്ചാട്ടെ. ഇതുമായി യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കരുത്ത് തന്നതോർത്ത് നമുക്ക് വചനം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ലോക ചരിത്രം കണ്ടിട്ടുള്ള മുഴുവൻ സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ തികവുറ്റ കിടയറ്റ ഒരു ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ളൊരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധ മതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം. എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ പവിത്രമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വര ആസ്തിക്യത്തിൻ്റെ പ്രഖ്യാപിത രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പരിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യൻ്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതുല്യത നിലകൊള്ളുന്നത് അടിസ്ഥാനപരമായി ബൈബിളിലെ പ്രവചനങ്ങളിലാണ്. നിറവേറിക്കഴിഞ്ഞതും നിറവേറൽ കാത്തുകിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി പ്രവചനങ്ങളുടെ എത്ര കുഴിച്ചാലും ഖനിതീരാത്ത അതിവിശിഷ്ട ഖനിഗർഭമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. നാളെ രാവിലെ പത്രത്തിൽ വരുവാൻ തുടങ്ങുന്ന അപ്ഡേറ്റ് വാർത്തയേക്കാൾ ഏറ്റവും മികച്ച വാർത്തയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിൽ പ്രവചനങ്ങൾക്ക് കേന്ദ്രഭാവം അണിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവചന പുരുഷനുണ്ട്. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ ജനിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ ഉയർത്ത് പ്രവചിച്ചതുപോലെ മടങ്ങി വരുവാൻ തുടങ്ങുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. അവനാണ് പ്രവചനങ്ങളുടെ കുലപതി, അവനാണ് പ്രവചനത്തിൻ്റെ കേന്ദ്രബിന്ദു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ, ഞാൻ അങ്ങ് റാന്നിയിൽ ജനിച്ചതും ഇവിടെയുള്ള കർത്തൃദാസന്മാരും എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരും ഓരോരോ സ്ഥലങ്ങളിൽ ജന്മം കൊണ്ടതുമൊന്നും ആരും പ്രവചിച്ചിട്ടല്ല, അല്ലേ? നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നേ ഉള്ളൂ. എന്നാൽ യേശു പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി നമ്മൾ ശിരസുന്നമിപ്പിച്ച് പറയുന്ന നസറേനായ യേശുവാണ്. അവനാണ് പ്രവചിച്ചതുപോലെ ജനിച്ചവൻ. സ്തോത്രം. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിൻ്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്. അവൻ്റെ ജനനവേളയിൽ ഇവിടെ കൂട്ടശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. ഇവിടുത്തെ രാജാവ് മരിച്ചതിനാൽ ആ കുടുംബം തിരികെ വന്ന് നസ്രേത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രേത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനമേൽക്കാൻ ഇറങ്ങി ചെല്ലുമെന്ന്. അവന് മുന്നോടിയായി യോഹന്നാൻ എന്ന ഒരാൾ അയക്കപ്പെടുമെന്ന്. യോഹന്നാൻ അവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാവ് രൂപേണ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നന്മ സുവിശേഷിച്ച് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. 33 തിരുവയസ്സിങ്കൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുക്കുന്ന 35 വെള്ളിക്കാശിനല്ല, 25 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിന് തന്നെ ആയിരിക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവൻ്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയന്ത്രത്തിൽ കഴുത്ത് വെട്ടിയും കല്ലെറിഞ്ഞും കുറ്റവാളികളെ കൊല്ലുന്ന കാലത്ത് യേശുവിൻ്റെ മരണം കൈകാലുകൾ തുളയ്ക്കുന്ന വിധത്തിൽ ഒരു വധം ആയിരിക്കുമെന്ന്. അവൻ്റെ മരണവേളയിൽ ഈ പ്രകൃതി
ഇരുട്ടിൽ മറയുമെന്ന്, അവൻ്റെ മരണസമയം ശത്രുക്കൾ അവൻ്റെ അങ്കിക്കായി ചീട്ടിടേണ്ടി വരുമെന്ന്, അവൻ്റെ മരണവേളയിൽ സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിച്ചതുപോലെ ഇവൻ്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്, അവൻ്റെ മരണസമയം അത് ധനവാന്റെ ശവമടക്കായിരിക്കും അവന് കിട്ടാൻ തുടങ്ങുന്നതെന്ന്. എന്നാൽ മരണത്തിൽ കല്ലറയിൽ അടക്കപ്പെട്ടാലും കല്ലറയെ ഭേദിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് കടം വാങ്ങിയ കല്ലറ മൂന്നാം നാൾ തിരിച്ചു കൊടുത്ത് അവൻ ജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്, അവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നു തരുമെന്ന് എഴുതി വെച്ച വചനം ചരിത്രത്തിൽ മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഏകവായാൽ പറയുന്നു, മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരും. പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഈ തലമുറയിൽ കർത്താവ് വരും എന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, TG ഉമ്മനേക്കാൾ, വില്യം ടിൻഡെയിലിനേക്കാൾ, ജോൺ വെസ്ലിയേക്കാൾ, മാർട്ടിൻ ലൂഥറിനേക്കാൾ, KE എബ്രഹാമിനേക്കാൾ, KV സൈമണേക്കാൾ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് നേരിട്ട് കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്കൊരു വിലാപഗാനം ഉയരുന്നതിന് മുൻപ്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച നേരിട്ട് കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ അത് പ്രതീക്ഷയോടെ അകം കത്തുമാറി കൊതിക്കുന്ന ദൈവമക്കളുടെ സ്തോത്രം കേട്ടാൽ അറിയാം, അവരുടെ ബോഡി ലാംഗ്വേജ് ഇന്ന് രാത്രി കണ്ടാൽ അറിയാം. ഈ കൺവെൻഷൻ്റെ ഒടുവിലത്തെ രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ചെന്ന് രാത്രി ആരാധനയുടെ ആരവത്തോടെ ബലത്തോടെ ഈ രാത്രി വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ മടങ്ങിവരവ് അടുക്കൽ വാതുക്കൽ തന്നെ. യുഗം അതിൻ്റെ സന്ധ്യയിലേക്ക് അതിവേഗം പാഞ്ഞടുക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. തികച്ചും ഗൗരവമേറിയ ഒരു പ്രവചന ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് വരച്ചു വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളും 27-ാമത് വാക്യവും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 9, 10, 7-ാമത് വാക്യം. അതെ, 9, 10, 27-ാമത് വാക്യം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവേശ്യതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നു തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. 27-ാമത്തെ വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ദൈവാശ്രയത്തോടെ, ഏകാഗ്ര ഹൃദയത്തോടെ, ദൈവസന്നിധാന ചിന്തയോടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ഇന്ന് രാത്രി ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കലാ സാംസ്കാരിക പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വിവിധ സാംസ്കാരിക സമ്മേളനങ്ങളിൽ നാടകവും മോണോ ആക്റ്റും ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. 1.5 മണിക്കൂറത്തെ ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്നവരോട് എന്തായിരുന്നു അവിടെ നടന്ന പരിപാടിയുടെ സംക്ഷിപ്തം എന്ന് ചോദിച്ചാൽ കുറച്ച് ചിരിച്ചു എന്നല്ലാതെ എന്താ കാര്യം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന നിലയിലേ പറയൂ. കുറെ ചിരിച്ചു. 1.5 മണിക്കൂറത്തെ സ്റ്റേജ് പ്രോഗ്രാമിൽ കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ വല്ലാത്ത ചിരിമരുന്ന് ഉപയോഗിച്ച് സദസ്സിനെ കുടുകുട ചിരിപ്പിക്കും. പക്ഷെ കാര്യം എന്താണെന്ന് പിടികിട്ടരുത് എന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. കാരണം നന്നായി പിടികിട്ടാതിരുന്നെങ്കിലല്ലേ അടുത്ത സ്റ്റേജിൽ ഇതേ ചരക്ക് തന്നെ ഇറക്കാൻ അവർക്ക് പറ്റൂ. ഇന്ന് രാത്രി ഓർക്കണേ, കലാപരിപാടിക്കാരന് സദസ്സിനെ ചിരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കുന്ന ഒരു കലാപരിപാടി അല്ല ഇവിടെ നടക്കുന്നത്.
നിങ്ങൾ നിത്യതയ്ക്കായി ഒരുങ്ങുക എന്നതാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ഈ കൊച്ചായുസിനേക്കാൾ നിത്യതയെ വലുതായി കാണാൻ കണ്ണ് തുറക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധന്യരായി ഞങ്ങൾ സന്തോഷിക്കുന്ന രാത്രിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സമാപന പേജിൽ നിറഞ്ഞിരു നിൽക്കുന്ന ഒരു മനോഹരമായ പട്ടണമുണ്ട്. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിക്ക് വേണ്ടി മണവാളൻ ഒരുക്കുന്ന ആ മണിയറ എന്ന ആ തങ്കക്കുട കെട്ടിടം, ആ കനക കൊട്ടാരം, ആ മഹാസൗധത്തിൻ്റെ ദർശനം എൻ്റെ കേൾവിക്കാരുടെ മനസ്സിൽ ഒന്ന് പോറിയിട്ടുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണത്തിന് ഒടുവിലത്തെ കുത്തിടുവാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈജിയനാഴി അവിരാമ മലയടിച്ചുയരുന്ന തിരമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങൾ തുഷാരവർഷ സമാനം തളിച്ചുയർന്നു നിൽക്കുന്ന പത്മോസ് ഒരുക്കിയ പശ്ചാത്തലം, ഇത്തരം നാടുകടത്തപ്പെട്ട നിരവധി ആളുകളുടെ അസ്ഥിപഞ്ജരങ്ങളും കാപാലങ്ങളും ശിഥിലങ്ങളും അനാവൃതങ്ങളുമായി പല്ലടിച്ച് ചിതറിക്കിടക്കുന്ന ഭീകരവും ഭയജനകവുമായ ഏകാന്ത ദ്വീപ്, ലോകം അടച്ചാൽ തുറക്കാൻ കഴിവുള്ളവൻ, ഇവിടെ എതിർത്താൽ എതിരേൽക്കാൻ കഴിവുള്ളവൻ, ഇവിടെ ഒറ്റപ്പെടുത്തിയാൽ ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ, ഇവിടെ കഥ കടച്ച് പുറത്താക്കിയാൽ സ്വർഗം തുറന്നകത്താക്കാൻ കഴിവുള്ളവൻ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ റോസാ പുഷ്പങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അനുഭവിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ഇവിടെ ഇരുന്ന് അറിയാതെ ആരാധന ഉയർത്തുന്ന രാത്രിയായിരിക്കട്ടെ. കൃപ ലഭിച്ച ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരുമ്പോൾ ഈ രാത്രിയിൽ സഹിക്കുന്ന ശോധനകൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവന്റെ കഥ ഇതോടെ തീർന്നു. ഇത് ഇവന്റെ അവസാനത്തെ അധ്യായം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡൊമിഷ്യൻ അവന് വേണ്ടി പത്മോസ് ഒരുക്കി. എന്നാൽ എൻ്റെ ദൈവം ദർശനത്തിൻ്റെ മാളികമുറി അവൻ്റെ ശിരസിൻ്റെ മീതെ പകർന്ന് അവൻ മുഴങ്കാൽ മടക്കിയ മരുഭൂമിക്ക് തുല്യമായ മണൽത്തിട്ടയെ ദർശനത്തിൻ്റെ അഭിഷേക തലമുറ കലവറയാക്കി മാറ്റി. നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പോരാട്ടങ്ങൾ നിന്നെ മുക്കിക്കളയത്തക്ക പ്രബലമാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ചലിച്ചാൽ നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾക്കകത്തുകൂടെ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ പ്രാപിപ്പാൻ വേദിയൊരുക്കുന്ന ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, രൂത്തിൻ്റെ കുടുംബത്തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, അത് എസ്തേറിന്റെ പ്രതിസന്ധികളുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, ഇയ്യോബിന്റെ മാരക രോഗത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, മൊർദെഖായിയുടെ പ്രതികൂലത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തോളിൽ തട്ടി എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ഇത് നിന്റെ തകർച്ചയുടെ രംഗമല്ല. ആ ശോധനയ്ക്കകത്തൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ പ്രാപിച്ച് ബലത്തോടെ പുറത്തു വരത്തക്ക വിധം എൻ്റെ നാഥൻ്റെ കരം നിന്റെ പ്രതികൂലത്തിന് നടുവിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും ആത്മാവിൽ വിളിച്ചു പറയണം, ഞാൻ എൻ്റെ കഷ്ടതയുടെ പുറകിൽ ഒരു കരം കാണുന്നു. ഈ രാത്രി എൻ്റെ കൂടെപ്പിറപ്പെ, അത് നിന്നെ തകർക്കുന്ന കരമല്ല, ഇതിനകത്തുനിന്ന് ബലത്തോടെ നീ പുറത്തു വരും. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ആത്മവ്യാപാരം നിന്റെ മേൽ വ്യാപരിക്കും. ഞാൻ ഈ രാത്രി കാണുന്നു, സ്വർഗം ഈ ഹോൾ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാ. ദൂതന്മാർ ഇത് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാ. യഹോവയുടെ തേജസ്സിന്റെ മേഘം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളുടെ ചിലരുടെ തലയ്ക്ക് മീതെ നിഴൽ വിരിച്ചു കൊണ്ടിരിക്കുകയാ. ചിലരുടെ കണ്ണുകൾ ഈ രാത്രി ദൈവാത്മാവ് തുറന്നുകൊണ്ടിരിക്കുന്ന രാത്രിയാ. ചില ചെവികളിൽ ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുകയാ. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നീ പ്രാപിച്ച ദൈവകൃപയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ നാളെ നടത്താൻ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുറിക്കാൻ കഴിവുള്ള ഒരു കരമാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമെന്ന് അകത്ത് ബോധ്യമുള്ളൊരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി ആത്മനിയോഗത്തോടെ ദൂത് വിളിച്ചു പറയാം, നീ ഇന്ന് അനുഭവിക്കുന്ന ശോധന വർണ്ണിക്കാൻ അപ്പുറത്തളാണെങ്കിലും ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവ മഹാദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഉയരുന്ന ദിവസങ്ങളായിരിക്കും. അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ പുറകിൽ അറിയാത്ത ഒരു കരം ചലിക്കുന്നു.
നിനക്ക് വേണ്ടി ചലിക്കുന്ന അദൃശ്യമായ കരം. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. സഹിക്കുന്ന ചില ശോധനകൾ പ്രതീക്ഷയ്ക്ക് വിപരീതമാണെങ്കിലും ഇതിനകത്ത് ദൈവകൃപ വ്യാപരിച്ചാൽ നീ തകർന്നു പോകാതെ ബലത്തോടെ അതിൽ നിന്ന് പുറത്തു വരും. കാരണം മറ്റൊന്നല്ല, നിന്നെ കണ്ടിരിക്കുന്നത് മഹാദൈവത്തിൻ്റെ കരം തന്നെയാണ്. ഇന്ന് പകൽ ഈ ദൂത ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാൻ എൻ്റെ മനസ്സിലൊരു നിയോഗം തോന്നുകയാണ്. സഹിക്കാൻ കഴിയാത്ത രോഗപോരാട്ടങ്ങളാൽ, ശരീരത്തിൽ നിന്നും മാരക രോഗത്താൽ ദ്രവിച്ചൊഴുകി ഇറങ്ങി വരുന്ന കുഷ്ഠരോഗം പഴുത്തു വ്രണത്താൽ പൊട്ടി ഒഴുകുമ്പോൾ സ്വന്തം ഭാര്യ പോലും മാറി നിന്ന് മരണവാർത്തയെക്കുറിച്ച് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുമ്പോൾ ഇതോടെ എല്ലാം തീർന്നു എന്നാണ് ആളുകൾ വിചാരിച്ചത്. കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് ഹാമാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ഇതോടെ മുഴുവൻ തീർന്നു എന്നാണ് ശത്രുക്കൾ വിചാരിച്ചത്. സ്വന്തം മകൻ പോലും എതിരെ കരുക്കൾ നീക്കാൻ എഴുന്നേറ്റപ്പോൾ ഇതോടെ ഇതെല്ലാം തീർന്നു എന്നാണ് ദാവീദ് വിചാരിച്ചത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. തീർന്നിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിച്ചാൽ നിനക്കെതിരെ കരുക്കൾ നീക്കിയത് മകനാണെങ്കിലും അവൻ കരുവേലകത്തിൽ അവസാനിക്കുകയും നിന്നെ 12 ഗോത്രങ്ങളുടെ രാജാവായി ഉയർത്തുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിക്കും. നിനക്കെതിരെ കഴുകുമരം ഒരുക്കിയവൻ ഉയർത്തി നിർത്തിയിരിക്കുന്ന കഴുകുമരം എത്ര പ്രബലമാണെങ്കിലും അതിലേക്ക് അവൻ്റെ കഴുത്ത് തന്നെ തിരിച്ചു കുരുങ്ങത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇതിൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കും. നിന്റെ ശരീരത്തിൽ നിന്ന് ഉരുകി വീഴുന്ന മാരക രോഗത്തിൻ്റെ ബന്ധനം വ്യാപരിക്കുന്നെങ്കിൽ നഷ്ടപ്പെട്ട കാലങ്ങളെ തിരികെ തരാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കും. ഇതോടെ നീ അവസാനിച്ചു എന്ന് വിധി എഴുതി തള്ളുന്നവരുടെ നടുവിൽ നിന്റെ മേൽ ദൈവകൃപ വ്യാപരിച്ചാൽ അധികം താമസിക്കാതെ ഇത് പര്യന്തം നീ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ പ്രാപിച്ച് ബലത്തോടെ പുറത്തു വരത്തക്ക വിധം പത്മോസ് നിനക്ക് ദർശനത്തിൻ്റെ മാളിക മുറിയായി മാറും. യോഹന്നാൻ പത്മോസിൽ ഭാവികാല ദൈവിക കാര്യപരിപാടികൾ വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ ആത്മവിവശതയിൽ കാണുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും ഓർക്കും, ഈ പുസ്തകത്തെ ആളുകൾ വെളിപാട് പുസ്തകം എന്ന് വിളിക്കാറുണ്ട്. വെളിപാട് പുസ്തകം എന്നും പറഞ്ഞൊരു പുസ്തകമില്ല, വെളിപ്പാട് പുസ്തകം. ഓരോ അധ്യായങ്ങളിലും വെളിപ്പാടങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഞാനതിന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ വെളിപ്പാട്, 2-3 അധ്യായങ്ങളിൽ സപ്തസഭകളുടെ വെളിപ്പാട്, 4-ാം അധ്യായത്തിൽ സ്വർഗീയ സദസ്സിൻ്റെ വെളിപ്പാട്, 5-ാം അധ്യായത്തിൽ ഒരു മുദ്രിത ഗ്രന്ഥത്തിൻ്റെ വെളിപ്പാട്, 6-ാം അധ്യായത്തിൽ മുദ്രാഭേദനത്തിൻ്റെ വെളിപ്പാട്, 7-ാം അധ്യായത്തിൽ മുദ്രിത ഗണത്തിൻ്റെ വെളിപ്പാട്, 8-ാം അധ്യായത്തിൽ കാഹളങ്ങളുടെ വെളിപ്പാട്, 9-ാം അധ്യായത്തിൽ അധോലോക ജീവികളുടെ വെളിപ്പാട്, 10-ാം അധ്യായത്തിൽ ഒരു മഹാദൂതൻ്റെ വെളിപ്പാട്, 11-ാം അധ്യായത്തിൽ 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയുള്ള ഒരു മഹാസർപ്പത്തിൻ്റെ വെളിപ്പാട്, 13-ാം അധ്യായത്തിൽ അതേ ഭീകരമായ എതിർക്രിസ്തുവിൻ്റെ ഭരണരൂപത്തിൻ്റെ വെളിപ്പാട്, 14-ൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടി രക്ഷിത ഗണത്തിൻ്റെ വെളിപ്പാട്, 15-ൽ ക്രോധകലശ പ്രവാഹങ്ങളുടെ വെളിപ്പാട്, 16-ലേക്ക് വരുമ്പോഴേക്കും സംഭവങ്ങൾ ഗുരുതരമാകുന്നു. 17-ൽ മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന അഭിസാരികയായ ഒരു സ്ത്രീയുടെ വെളിപ്പാടാണ്. അവിടേക്ക് ഞാൻ തിരിച്ചു വരാം എന്ന് വിചാരിക്കുന്നു. ആ രൂപത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ പുറത്ത് ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ആ മൃഗം രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ്, ആ സ്ത്രീ മതവ്യവസ്ഥിതിയും രാഷ്ട്രീയ വ്യവസ്ഥിതിയും തമ്മിൽ തുടക്കത്തിൽ കൈകോർക്കുമെങ്കിലും അല്പം കഴിയുമ്പോൾ മതവ്യവസ്ഥിതിയെ രാഷ്ട്രീയ വ്യവസ്ഥിതി കുലുക്കി നിലത്തിട്ട് കുത്തിക്കീറും എന്ന് പറഞ്ഞാൽ കൊമ്പ് കോർക്കും. മതവ്യവസ്ഥിതിയും രാഷ്ട്രീയ വ്യവസ്ഥിതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് 17-ാം അധ്യായം. 18-ാം അധ്യായം രാഷ്ട്ര ബാബിലോണിൻ്റെ തകർച്ചയുടെ വെളിപ്പാട്. ലോകത്തിലെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായ മധ്യപൂർവ്വ പ്രദേശം തന്നെ ലോകത്തിലെ അധോഗതിക്ക് ചുഴക്കലം തോണ്ടുന്ന ദിവസങ്ങൾ വരും. അങ്ങനെ ലോകത്തിലെ പുരാതനമായൊരു വാണിജ്യ നഗരം 59 മിനിറ്റ് താമസിപ്പിക്കാതെ 61 മിനിറ്റ് എടുക്കാതെ ഈ മണ്ണിൽ നിന്ന് ഒരു കല്ലെടുത്ത് വലിച്ചെറിയുന്ന ലാഘവത്തോടെ അപ്രത്യക്ഷമാകും. മധ്യപൂർവ്വ പ്രദേശത്തെ ഒരു സംഭവ വികാസത്തെയാണ് 18-ാം അധ്യായം ചൂണ്ടിക്കാണിക്കുന്നത്. 19-ാം അധ്യായം ദൈവമക്കൾക്ക് വലിയ സന്തോഷം തരുന്ന അധ്യായമാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഈ
ശബ്ദത്തിന് മുൻപിൽ തകർത്ത ഇടി മുഴക്കം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും അതേ വലിയ ആർത്തനാദം പോലെയും മുഴങ്ങുന്ന ശബ്ദം. ഹല്ലേലൂയ! എന്താണെന്നറിയാമോ? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾക്ക് കുഞ്ഞാടിൻ്റെ കല്യാണമെന്ന് പറഞ്ഞാൽ കൈകെട്ടിയിരിക്കാൻ പറ്റില്ല. നിത്യതയുടെ ദർശനം അകത്ത് പ്രാപിച്ച ദൈവമക്കളിൽ ഒരാൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴം ഗ്രഹിച്ചാൽ നിനക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയില്ല. മുൻപിലിരിക്കുന്ന ആൾ മിണ്ടാതിരുന്നാലും പുറകിലിരിക്കുന്ന ആൾ മൗനമായിരുന്നാലും ഇന്ന് രാത്രി ആത്മക്കണ്ണുകൾ തുറക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയും, ഇത് മഹത്തായൊരു സംഭവമാണ്. പ്രാപിക്കാൻ തുടങ്ങുന്ന സ്വർഗീയ മഹത്വത്തെ വിശ്വാസ കണ്ണുകളാൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യണം. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം ഓർത്താൽ നീ കൈകെട്ടിയിരിക്കില്ല. അത്ര വലിയ മഹത്വമാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നിനക്കായി എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് ശ്രദ്ധയിൽ ചില ആൾക്കാർക്ക് വരുന്നത് അന്നനാളം വഴി 3 മാസത്തേക്ക് കഴിക്കാനുള്ള ശാപ്പാട് കടന്നുപോയാൽ നല്ല കല്യാണമാണെന്ന് ചിലർ പറയും. എന്നാൽ അന്നനാളം വഴി കടന്നു പോകുന്ന ഭക്ഷണത്തിൻ്റെ അളവിലല്ല ഈ കല്യാണം നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. കല്യാണം നല്ലതാണോ എന്ന് ചോദിച്ചാൽ കല്യാണം നല്ലതായിരുന്നു എന്ന് പറയാൻ ചില അടിസ്ഥാന മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാമത്തെ മാനദണ്ഡം ചെറുക്കനൊത്ത പെണ്ണും പെണ്ണിനൊത്ത ചെറുക്കനുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ പെണ്ണ് കച്ചിത്തുറു പോലെയും ചെറുക്കൻ വെള്ളയ്ക്കായ ലീക്കിലി കുത്തിയ പോലെ ഇരുന്നാൽ കല്യാണം നല്ലതാണെന്ന് നമ്മളാരും പറയുകയില്ല. അപ്പം ചെറുക്കനൊത്ത പെണ്ണും പെണ്ണിനൊത്ത ചെറുക്കനുമായിരിക്കണം കല്യാണം നല്ലതാണെന്ന് പറയാൻ ഒന്നാമത്തെ മാനദണ്ഡം. ഇനി രണ്ടാമത്തെ മാനദണ്ഡം, യജ്ഞാക്ക നല്ലതായിരുന്നാലും ശുശ്രൂഷ നല്ലതായിരുന്നില്ലെങ്കിൽ കല്യാണം നല്ലതാണെന്ന് ചിലർ പറയില്ല. ശുശ്രൂഷ നല്ലതായിരിക്കണം. അപ്പോൾ ഭക്ഷണവും നന്നായിരിക്കണം. അപ്പോൾ ഭക്ഷണം നന്നായിരിക്കണം, ശുശ്രൂഷ നന്നായിരിക്കണം, ചെറുക്കനൊത്ത പെണ്ണും പെണ്ണിനൊത്ത ചെറുക്കനുമായിരിക്കണം. എന്നാൽ ഇതുകൊണ്ടൊന്നുമല്ല ഈ കുഞ്ഞാടിൻ്റെ കല്യാണം നല്ലതായിരിക്കുന്നത്. മാംസബന്ധത്തിൻ്റെ ഒരു ജഡീയ റിലേഷൻ അല്ല ഇതിൻ്റെ പുറകിൽ കാണുന്നത്. നിത്യതയുടെ വെളിച്ചത്തിൽ ഈ വിവാഹത്തെ കാണുന്ന ദൈവമക്കൾ എന്താണ് ഈ രാത്രി ചിന്തിക്കാൻ തുടങ്ങുന്നതെന്ന് ഞാൻ പറയാം. അത് കേൾക്കുന്ന ദൈവമക്കൾ അറിയാതെ കർത്താവിന് ആരാധന അർപ്പിക്കും. അതിന്ന് രാത്രി കാണാൻ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നാൽ നിങ്ങൾക്ക് 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പ്രാപിക്കാൻ തുടങ്ങുന്ന നിത്യതയോർത്ത് അറിയാതെ കർത്താവിന് ആരാധന അർപ്പിക്കും. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയല്ലെന്ന മട്ടിലായി ഇരിപ്പ് എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആളും പോക്ക, പുറകിലിരിക്കുന്ന അച്ചായനും പോക്ക, ഇടത്തിരിക്കുന്ന കൊച്ചമ്മയും പോക്ക, വലത്തിരിക്കുന്ന കൊച്ചും പോക്ക, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും എന്നാണ് ചിലരുടെയൊക്കെ മുഖം പറയുന്നത്. കാണുമെന്ന് പറഞ്ഞാൽ എത്ര നാൾ കാണുമെന്നായി പറയുന്നത്? എത്ര നാൾ കാണുമെന്നായി പറയുന്നത്? ഉള്ള ആയുസ് എല്ലാം കൂടെ അങ്ങ് ജീവിക്കാൻ തന്നിട്ട് അല്പം ബോണസും അലവൻസും കൂടെ എക്സ്ട്രാ കൂടെ തന്നാൽ എത്ര കാലം കാണും? ഏറെയായാൽ 80 കാണും എന്ന് പറഞ്ഞാൽ 29,200 ദിവസം കിട്ടും. ഇവിടെ 29,200 കൊല്ലമല്ല, 29,200 ദിവസം. ഞാൻ ചോദിക്കട്ടെ, 1914 ഫെബ്രുവരി മാസം 5-ാം തീയതി വൈകിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന 17 ഫെബ്രുവരി മാസം 5-ാം തീയതി വൈകിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് രാത്രി യോഗത്തിലുണ്ടെങ്കിൽ എന്നെ യോഗം കഴിഞ്ഞൊന്ന് കണ്ടേച്ചേ പോകാവൂ. 1917 ഫെബ്രുവരി മാസത്തിൻ്റെ 5-ാം തീയതി വൈകിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഈ യോഗത്തിനകത്തുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. 2117 ഫെബ്രുവരി മാസം 5-ാം തീയതി വൈകിട്ട് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് തൻ്റെ ഇടം പറയാൻ കഴിവുള്ള ഒരാൾ ഇന്ന് രാത്രി യോഗത്തിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഈ സമയം നമ്മളിൽ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഈ സമയം നമ്മളിൽ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയുമില്ല. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണേ, അമ്മയുടെ ഉദരത്തിലൂടെ ഈ മണ്ണിലേക്ക് വരാൻ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകാനും ഒരു സമയം ദൈവം കരുതി വച്ചിട്ടുണ്ട്. കുവൈറ്റിലോ സൗദിയിലോ ദുബൈയിലോ ഷാർജയിലോ ഒക്കെ വിസിറ്റിംഗ് വിസയിൽ ചെന്നാൽ എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ പാസ്പോർട്ടിൻ്റെ പേജ് പിടിച്ചൊന്ന് തുറന്നു നോക്കിയാൽ മതി. തിരിച്ചെന്ന് കയറണം, എന്ന് വരെ നിൽക്കാം എന്ന് കുത്തിവിട്ടിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോണേ. അമ്മയുടെ ഉദരമെന്ന എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴേ ഇവിടുന്ന് എന്ന് തിരിച്ചു കയറണം എന്ന് ഒരു ഡേറ്റ് തമ്പുരാൻ ജീവന്റെ പാസ്പോർട്ടിൽ കുറിച്ച് വിട്ടിട്ടുണ്ട്. അത് കാണാൻ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഏത് സമയം വന്നാലും
എൻ്റെ വീട്ടിൽ പോകാൻ ഞാൻ തയ്യാർ എന്ന് പറയാൻ കണ്ണ് തുറന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്റെ സ്തോത്രം കേട്ടാൽ അറിയാം, നിന്റെ ഭാവം കണ്ടാൽ അറിയാം. മുന്നിലിരിക്കുന്നവർ ആരാധിച്ചില്ലെങ്കിലും പുറകിലിരിക്കുന്നവർ മൗനമായിരുന്നാലും ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നത് എൻ്റെ നിത്യവീടിനെ കണ്ടുകൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? കുന്തിരിക്കത്തിൽ കുഴിച്ചിട്ടാലും, ഇരുത്തി കുഴിച്ചിട്ടാലും, AC റൂമിൽ കുഴിച്ചിട്ടാലും, ഈട്ടിപ്പെട്ടിയിൽ കുഴിച്ചിട്ടാലും പേര് ജീവന്റെ പുസ്തകത്തിലില്ലെങ്കിൽ നിന്റെ ഓഹരി നിത്യ നരകമാണെന്നും, എന്നാൽ കപ്പക്കാലായിൽ അടക്കിയാലും അടക്കാൻ ഇടമില്ലാതെ അഴുകിത്തീർന്നാലും എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ചാടി പുറപ്പെടുമെന്ന് അകത്ത് ദർശനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ലക്ഷ്യം എൻ്റെ നിത്യവീടാണ്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, എത്ര നാളുണ്ട് ഈ മണ്ണിൽ? കൊച്ചൊരായുസ് 29,200 ദിവസം പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന കൊച്ചു ജീവിതത്തിൽ തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ മൊത്തം കിട്ടിയാൽ ഒരു 29,200 ദിവസം. അതിൽ പകുതി പോയവരല്ലേ, 40 കഴിഞ്ഞവരല്ലേ മുഖ്യാറൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നതേ. ഇനിയും ബാക്കി എത്ര ഉണ്ട്? ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മളങ്ങ് ചെല്ലും. പിന്നെ ഇച്ചിരി BP ശകലം ഷുഗറും അല്പം കൊളസ്ട്രോളും പിന്നെ ഒരു 60-65 വയസ്സും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം വീട്ടിൽ പോകാനുള്ള സാഹചര്യമില്ല, ഒരുങ്ങി വരുന്നു എന്ന് ഓർത്ത് സ്തോത്രം ചെയ്ത് ഒരുങ്ങിക്കൊള്ളണം. എന്നാൽ ഈ രാത്രി പറയട്ടെ, അതിനേക്കാൾ വലുതാണ് നമ്മുടെ നിത്യവീടിൻ്റെ ദർശനം. അകത്ത് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം ഓർത്താൽ എനിക്ക് കൈകെട്ടിയിരിക്കാൻ പറ്റില്ല. അത്ര വലിയൊരു മഹത്വമാണ് എന്നെ ഇന്ന് രാത്രി തേടി നിൽക്കുന്നത്. അത് ഈ രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളം ആത്മാവിൽ കത്തി ജ്വലിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാര്, ഈ കർത്തൃ ശുശ്രൂഷയിൽ അധ്വാനിക്കുന്ന, ഈ നാട്ടിൽ ട്രാക്റ്റുകൾ കൊടുത്ത് കയറിയിറങ്ങുന്ന അഭിഷിക്തന്മാര്, അവരെന്തിനു പ്രാധാന്യം നൽകുന്നതെന്നറിയാമോ? അവർക്കറിയാം മണ്ണിനേക്കാൾ വലുത് വിണ്ണാണ്. ആ ദർശനം പ്രാപിച്ച ദൈവമക്കൾക്ക് ആ കാര്യം ഓർക്കുമ്പോഴാണ് സ്തോത്രം പറയാൻ തുടങ്ങുന്നത്. കേട്ടോ, ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ കണ്ണൊന്ന് അടഞ്ഞു പോയാൽ നിന്റെ ശരീരത്തിലേക്ക് കുപ്പിച്ചില്ലുകൾ കുത്തിക്കയറി പാട്ട പോലെ പൊളിഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ നിന്നെ ഇരുത്തുന്ന, അല്ലെങ്കിൽ കിടത്തുന്ന ഒരു പാട്ടുവണ്ടി കിട്ടിയത് കൊണ്ടല്ല ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ ആരാധിക്കേണ്ടത്. നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തു വാങ്ങിക്കാൻ ആസ്തി കിട്ടിയത് കൊണ്ടല്ല ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കേണ്ടത്. ഈ രാത്രി ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഭൂമിയൊന്ന് ഇരുത്തി കുലുങ്ങിയാൽ രണ്ടായി പൊട്ടി വീഴുന്ന ഒരു സിമെന്റ് കൂനെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവം കരുത്ത് തന്നത് കൊണ്ടല്ല ഇന്ന് രാത്രി ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എൻ്റെ നിത്യ ഉറക്കത്തിൻ്റെ മേഖലയായി മാറിയാൽ, കാഹളം ധ്വനിച്ചാൽ, എൻ്റെ നാഥൻ്റെ പട്ടമഹർഷി സ്ഥാനം അലങ്കരിച്ച് ഈ ഭൂമിയുടെ ഭാവി പദ്ധതിക്ക് ഞാൻ ദൈവപുത്രന് മണവാട്ടി പദത്തിലെത്തുമെന്ന് അകത്ത് ബോധ്യമുള്ളൊരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നീ പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വമോർത്ത് കർത്താവിനെ ആരാധിക്കണം. എന്താണ് കുഞ്ഞാടിൻ്റെ കല്യാണം? ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് രാത്രി ഇവിടെ ഒരു കല്യാണം നടക്കുകയാണെന്നിരിക്കട്ടെ. കല്യാണം നടക്കുകയാണ്. ആ കല്യാണം പ്രിയപ്പെട്ട സണ്ണി പാസ്റ്റർ ആ കല്യാണം നടത്താൻ വേദിയിലുണ്ട്. നിയുക്ത വധൂവരന്മാർ, പ്രതിശ്രുത വധൂവരന്മാർ വേദിയിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുന്നു. നിയുക്ത വധുവിനെ കുറിച്ച് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കൂനയിൽ വളർന്ന ഒരു സാധുവായ നിരക്ഷരയായ ഒരു ദരിദ്ര ഗ്രാമീണ ബാലികയാണ് കടന്നു വന്നിരിക്കുന്ന പെൺകുട്ടി. എന്നാൽ നിയുക്ത വരനില്ലേ, നിയുക്ത വരൻ, പ്രതിശ്രുത വരൻ, കോടീശ്വരൻ, ശതകോടീശ്വരൻ, സ്വിസ് ബാങ്കിൽ നിക്ഷേപമുള്ള ധനാഢ്യനും കുബേരനുമായ നിയുക്ത വരൻ ഈ കല്യാണം നടക്കാൻ പോകുകയാണെന്ന് ഇരിക്കട്ടെ. ആ വിവാഹം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താ പ്രതിഭാസം? ഉടമ്പടി പറഞ്ഞ് കയ്യേറ്റ് കഴിഞ്ഞാൽ ഈ കോടീശ്വരനായ ധനാഢ്യകുമാരന് എന്തെല്ലാം ആസ്തി ഈ ഭൂമിയിലുണ്ടോ അതിന് മുഴുവൻ പങ്കാളിത്വത്തിലേക്ക് ഈ സാധുവായ ദരിദ്ര ഗ്രാമീണ ബാലിക എത്തിച്ചേരുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, എൻ്റെ മുൻപിലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമൈതലേ, നീ കൈ കൊടുക്കാൻ തുടങ്ങുന്നത് ശതകോടീശ്വരനല്ല, അത് തിരിച്ചറിയുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നത്. അവൻ്റെ ധനത്തെക്കുറിച്ച് പറയാൻ എൻ്റെ വാക്കിന് ശക്തിയില്ല. അത്ര വലിയ ധനാഢ്യനാണ് നിത്യതയിലെ മഹാസമ്പന്നൻ്റെ ഏകജാതൻ.
സ്തോത്രം പറയാൻ എത്ര പേരുടെ അധരം ചലിക്കും? ഓ, സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ അധരം ചലിക്കും? ഇന്ന് രാത്രി മുന്നിലിരിക്കുന്നവർ മിണ്ടാതിരുന്നാലും, വേദിയിലിരിക്കുന്നവർ മൗനവ്രതം അനുഷ്ഠിച്ചാലും, അകം കത്തുന്ന ചില ദൈവമക്കൾ അറിയാതെ രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പാതാള ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും അവയുടെ ബന്ധനങ്ങളെ തകർത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഇന്ന് രാത്രി ശുശ്രൂഷ കഴിയുന്നതിന് മുൻപ് ഒരു വിശേഷ അഭിഷേകം നിന്റെ മേൽ വ്യാപരിപ്പിച്ച് കെട്ടഴിഞ്ഞ നരകശക്തികളെ ബന്ധിച്ച് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ പദ്ധതികളെ തകർത്ത് മാറ്റി ആ ദർശനം ഈ രാത്രി അകത്ത് വ്യാപരിക്കട്ടെ. ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ അകത്തേക്ക് ഈ ദർശനം ഒന്ന് വ്യാപരിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഈ ഭൂമി യഥാർത്ഥത്തിൽ വലുതല്ലേ? 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങാത്തോട് പോലെയുള്ള ഈ ഭൂമി, പച്ചപ്പെട്ട് വിരിച്ച ഈ ഭൂമി ഏറ്റവും വലുതാ. പക്ഷേ സൂര്യനുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ഈ ഭൂമിയുടെ വലിപ്പം ഒന്നുമില്ല. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 6,000 ഡിഗ്രി സെൽഷ്യസിൽ അകം തിളയ്ക്കുന്ന 1.5 കോടി ഡിഗ്രി ആന്തരിക അകക്കാമ്പ് കത്തി ഒഴുകുന്ന ഹീലിയം കത്തുന്ന ആ വലിയ ആണവ നിലയമായ സൂര്യനില്ലേ, ആ സൂര്യനുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്ക്. ഈ ഭൂമിക്ക് എന്നാ വലിപ്പമുണ്ട്? ഇതുപോലെ 13 ലക്ഷം ഭൂമിമാരെ അകത്തോട്ട് വെച്ചു കൊടുത്താൽ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യൻ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. അങ്ങനാണെങ്കിൽ അമ്പോ ഈ സൂര്യൻ ഭയങ്കര സൂര്യനല്ലേ? 13 ലക്ഷം ഭൂമിമാരെ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പമുള്ള സൂര്യനോ? പക്ഷെ ഓർക്കണം, തലയ്ക്ക് മുകളിൽ കണ്ണ് ചിമ്മി കത്തി നിൽക്കുന്ന നിരവധി നക്ഷത്ര വ്യൂഹങ്ങളിൽ ഈ ഗാലക്സിയിലെ സൂര്യൻ ഏറ്റവും കള്ളനല്ല, ഏറ്റവും ചെറുതാ. ഇവനേക്കാൾ കോടി വലിപ്പമുള്ളത് ഈ താരാപഥങ്ങളിൽ നിൽക്കുകയാ. മിന്നിക ചെറുതാരകമേ എന്ന് തലയ്ക്ക് മുകളിൽ കത്തിച്ചൊലിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് കുട്ടികൾ പാടും. പക്ഷേ അതിൻ്റെ വലിപ്പം നമ്മുടെ കണങ്ങാൻകുടുക്ക പോലുള്ള തലയുടെ ഭാവനാശേഷിക്ക് പോലും ഒതുങ്ങില്ല. ഇവിടെ അടുത്തൊരു സൂര്യൻ നിൽക്കുന്നുണ്ട്. ആ സൂര്യൻ്റെ ബാഹ്യ വലിപ്പം 600 കോടി കിലോമീറ്റർ ബാഹ്യവ്യാസമാണ്. 600 കോടി കിലോമീറ്റർ ബാഹ്യവ്യാസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉൾപ്പെടെയുള്ള താരാപഥങ്ങളെ വയറ്റിലോട്ട് എടുത്ത് വെച്ചു കൊടുത്താൽ ഉദരത്തിലൂടെ വട്ടം കറക്കത്തക്ക ബാഹ്യ വലിപ്പമുള്ള സൂര്യന്മാരാണ് നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുന്നത്. പിന്നെയും നെബുലകൾ, പിന്നെയും ഗാലക്സികൾ, പിന്നെയും ഓറിയോൺ ബെൽറ്റുകൾ, പിന്നെയും ബീറ്റർഗ്യൂസുകൾ, ഇങ്ങനെ കോടി തമോഗർത്തങ്ങളെയും ഇക്കാണുന്ന നക്ഷത്ര വ്യൂഹങ്ങളെയും മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയാൽ ഉളവാക്കിയ മഹാരാജാവിൻ്റെ ഏകജാതന് ഇന്ന് പകൽ രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ കൈകൊടുത്ത് നിത്യതയുടെ ഭരണസാരഥ്യം ഏറ്റുവാങ്ങുന്ന രംഗം ഇന്ന് രാത്രിയിലത്തെ യോഗത്തിനകത്തിരുന്നൊന്ന് ആത്മാവിൽ ചിന്തിച്ചാൽ നീ കൈകെട്ടി ഇരിക്കില്ല കുഞ്ഞെ. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം ഓർത്താൽ എൻ്റെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. അത്ര വലിയ മഹത്വമാണ് നിത്യത നമുക്കായി സംഭാവന ചെയ്യാൻ തുടങ്ങുന്നത്. അതാണ് 19-ാം അധ്യായം. 20-ാം അധ്യായം അന്ത്യന്യായവിധിയുടെ ദർശനമാണ്. അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശിയെ മുഴുവൻ മടക്കി വരുത്തി ഹിമധവളിമമായ വെണ്മസിംഹാസനത്തിലിരുന്ന് അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിമെന്റ് സീറ്റ്. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇങ്ങനൊരു കോടതി ഉയരത്തിനുണ്ടെന്ന് ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്തോത്രം. ഇങ്ങനൊരു കോടതി ഉയരത്തിലുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച കരങ്ങളോടെ നിങ്ങളത് ശബ്ദം ഉയർത്തി ആരാധന അർപ്പിക്കണം. കരങ്ങൾ താഴ്ത്തിയിട്ടാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണേ, സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. അതെ, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ പിന്നെ ഗതികേട് തന്നെയാണ്. മനസ്സിലായോ? സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിന് ദയാഹർജി കൊടുത്ത് അവിടെയും വിധി തള്ളി. കക്ഷിയെ തൂക്കിലിടാൻ അങ്ങ് വിധിച്ചു. വിധി നടപ്പിലാകുന്നതിൻ്റെ തലേ ദിവസം പോലീസുകാർ അതിപ്രഭാതത്തിൽ പ്രതിയെ ഉണർത്താൻ സെല്ലിൽ ചെന്നപ്പോൾ കക്ഷി ചത്ത് കിടക്കുന്നു. അങ്ങനാണെങ്കിൽ എങ്ങനായിരിക്കും ഇവിടുത്തെ വിധി? പറഞ്ഞത് മനസ്സിലായോ? വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധിയുടെ സ്വഭാവം എങ്ങനായിരിക്കും? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം.
ഒരു വിധി നടപ്പിലാക്കും മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ കോടതി കൂടുന്നതിന് മുൻപ്, ഈ മഹാകോടതി കൂടുന്നതിന് മുൻപ്, ഈ ബ്രഹ്മാണ്ഡ കോടതി കൂടുന്നതിന് മുൻപ്, ഈ കോസ്മോസിക് ജുഡീഷ്യറി കൂടുന്നതിന് മുൻപ് ഏത് പ്രതി മരിച്ചാലും മരണം കൊണ്ട് വിധി അസാധുവാക്കാതെ ചത്തുകിടക്കുന്നവനെ പുനരുത്ഥാനമെന്ന പ്രക്രിയയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. അവനാണ് ഈ ലോകത്തിൻ്റെ ഭാവി വിധിക്കുന്ന ജഡ്ജി. കിണറ്റ് ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്താലും, കെട്ടിത്തൂങ്ങി ചത്താലും, ചാകുന്നത് കൊണ്ട് കഥ മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്തൊരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. അവൻ്റെ വിധി കോടതിയാണ് അടുത്തത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. ഇതിനപ്പുറം ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? കൃപയാൽ ഇത് കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് നമുക്കിന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ കാത്തിരിപ്പുകാരാ. അത് പറയുമ്പോൾ ആരാധിക്കണമെങ്കിൽ ആ കാത്തിരിപ്പിൻ്റെ ബോധ്യം അകത്ത് ഭരിക്കണം. ക്രിക്കറ്റ് കളി നന്നായിട്ട് അറിയാവുന്നവൻ്റെ ക്രിക്കറ്റ് റിലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണും കാതും കൈയും ഒക്കെ നോക്കണം, അറിയാതെ ചലിക്കുന്നത് കാണാം. ഫുട്ബോൾ കളി നന്നായിട്ട് അറിയാവുന്നവൻ ഫുട്ബോൾ കളിയുടെ വിശദീകരണം കേട്ടുകൊണ്ടിരുന്നാൽ അവൻ അറിയാത്തൊരു ചലനം അവൻ്റെ കൈകാലുകളിൽ ഞങ്ങൾ വ്യാപരിക്കും. ബാറ്റ് കളി നന്നായിട്ട് അറിയാവുന്നവൻ അതിൻ്റെ വിശദീകരണം റേഡിയോയിലൂടെയോ ടി വിയിലൂടെയോ കേട്ടുകൊണ്ടിരുന്നാൽ അവൻ അറിയാത്തൊരു ചലനം വ്യാപരിക്കും. അങ്ങനെയാണെങ്കിൽ നിത്യവീടിനെ കുറിച്ച് കൊതിയുള്ള ചില ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അവർക്ക് ആ വിശദീകരണം കേട്ട് കഴിയുമ്പോൾ അവർക്ക് അറിയാത്ത ഒരു ചലനം വ്യാപരിക്കും. ഇടത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായില്ലെങ്കിലും അകം അറിയാതെ ഇന്ന് രാത്രി കത്തി ജ്വലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയട്ടെ, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തീയുടെ വ്യാപാരം മുൾപ്പടർപ്പിന് മുകളിൽ കത്തി ഇറങ്ങിയതുപോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ഒരു ആത്മവ്യാപാരത്തിൻ്റെ തീ ഇതിനകത്ത് കത്തി ജ്വലിക്കുകയാണ്. ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ മനസ്സുകൊണ്ട് നിത്യവീട്ടിലെത്തുന്ന ദർശനം ആത്മാവിൽ കണ്ടാരാധിക്കുന്ന രാത്രിയാകണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി വിശദീകരിക്കുന്ന പത്രോസാണ്. പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുകയും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിൻ്റെ പണികളും വെന്ത് പോകുകയും ചെയ്യും. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ ആരാധിക്കാമോ? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കാമോ? ഇന്ന് രാത്രി നാം കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമി കത്തുന്ന ദിവസങ്ങൾ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനപ്പുറത്തുള്ള വീടിനെ കുറിച്ച് അകത്ത് ദർശനം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ ഇവിടുന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയൂ. 98 കൊല്ലത്തിനിടയിൽ വെച്ചുള്ള ഏറ്റവും വലിയ വരൾച്ചയെയാണ് ഇനിയുമുള്ള ദിവസങ്ങളിൽ കേരളം അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നതെന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടുകഴിഞ്ഞു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം? ഒരു 100 പത്രവാർത്തകൾ ഞാൻ ഒന്നിന് പുറകെ ഒന്നായി നിരത്താം. എൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ഇത് അമ്മൂമ്മ കഥയല്ല. ഇത് ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും കോട്ടയം പുഷ്പരാജിൻ്റെ ഡിറ്റക്റ്റീവ് നോവലുമല്ല. ഇത് തകഴിയുടെ കയറ് സാഹിത്യമല്ല. ഞാനിവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതുപോലെ പച്ച യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു. ഇതിൻ്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യൻ്റെ കരമല്ല, മഹാദൈവത്തിൻ്റെ കരമാണ്. നിങ്ങൾക്കറിയാമോ, നോട്ട് നിരോധനമെന്ന് കേട്ടപ്പോൾ നമുക്കൊരല്പം പ്രയാസം തോന്നിയെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ ദൈവാത്മാവ് എഴുതി വെച്ച കറുത്ത കാലത്താണ് നാം വന്നു നിൽക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആരാധന അറിയാതെ ഉയരേണ്ടത്. തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അത് വിൽക്കുന്നവനും വാങ്ങുന്നവനും, അത് ചെറിയവരും വലിയവരും, മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ മുദ്രയായ സംഖ്യയോ ഉള്ളവൻ അല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു.
കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെവി തുറന്ന് കേൾക്കണം. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ മുദ്രയായ സംഖ്യ ഉള്ളവൻ അല്ലാതെ, പേരിൻ്റെ മുദ്രയായ സംഖ്യ ഉള്ളവൻ അല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ വഹിയാതയുമാകുന്നു. അത് ഒരു മുദ്രയാണ്, അത് ഒരു എംബ്ലമാണ്. എംബ്ലം ഒരു സംഖ്യയാണ്. ആ സംഖ്യ നേരിട്ട് വായിക്കാൻ കഴിയുകയില്ല. അത് ബുദ്ധി കൊണ്ട് ഗണിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. സകല ക്രയവിക്രയങ്ങളെയും ആ എംബ്ലം നിയന്ത്രിക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ വരും. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. പാലോ ദൈവത്തിന് സ്തോത്രം, പച്ചക്കറിയോ എന്തുമാകട്ടെ, പല വ്യഞ്ജനങ്ങളോ വാങ്ങിക്കാൻ അടുത്ത സ്റ്റോറിലെത്തുമ്പോൾ ഒരു ബാർകോഡ് എന്ന സംവിധാനം ആ കവറിൻ്റെ പുറത്തുണ്ട് കേട്ടോ. അത് നേരെ ഒരു റെഡ് ലൈറ്റിൻ്റെ മുൻപിലേക്കൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഡെസ്ക്ടോപ്പിൽ ഒരു നമ്പർ തെളിയും. ആ ബാർകോഡിലൊന്ന് ശ്രദ്ധിക്കണം, അത് ഒരു എംബ്ലമാണ്. എംബ്ലത്തിൻ്റെ പുറകിൽ ഒരക്കമുണ്ട്. ആ അക്കം നേരിട്ട് വായിക്കാൻ കഴിയുകയില്ല. ആ എംബ്ലത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന അക്കം കൊണ്ട് ക്രയവിക്രയങ്ങൾ മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് എഴുതി വെച്ച പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 2 സമാന്തര രേഖകൾ ബാർകോഡിൽ താഴേക്കിറങ്ങിയാൽ അതിൻ്റെ അർത്ഥം 6 എന്നാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണ ബാർകോഡ് നിങ്ങൾ വീട്ടിൽ ചെന്ന് പരിശോധിക്കണം. ഇങ്ങേയറ്റത്ത് 2 സമാന്തര രേഖകൾ താഴേക്ക്, നടുവിൽ 2 സമാന്തര രേഖകൾ താഴേക്ക്, അങ്ങേയറ്റത്ത് 2 സമാന്തര രേഖകൾ താഴേക്ക്. ഒരു സമാന്തര രേഖയോടൊപ്പം മറ്റൊരു സമാന്തര രേഖയും താഴേക്കിറങ്ങിയാൽ 6 എന്നാണ് അതിൻ്റെ അക്കവിലയെങ്കിൽ 2 സമാന്തര രേഖ ആദ്യം താഴേക്കിറങ്ങിയാൽ 6, നടുവിൽ 2 സമാന്തര രേഖ താഴേക്കിറങ്ങിയാൽ 6, അങ്ങേ അറ്റത്ത് 2 സമാന്തര രേഖകൾ താഴേക്കിറങ്ങിയാൽ 6, 6, 6, 6. സകല ഡിജിറ്റിലെ ക്രയവിക്രയങ്ങളെയും നിയന്ത്രിക്കുന്ന ബാർകോഡിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന 3 6കൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിന്റെ ഉടമസ്ഥൻ പുറകിൽ വരുന്നുണ്ട്. എന്നാൽ അത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്താൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, ഞാൻ കാണുന്ന ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാട് പുസ്തകം യാഥാർത്ഥ്യമാകാൻ തുടങ്ങുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഭൂമിയിലെ സകലവിധ പ്രതിസന്ധികളെയും ചിതറലിനോടുകൂടെ ദൈവത്തിൻ്റെ കരം 39 നിയന്ത്രിച്ചപ്പോൾ അത് ഭാഷ കലക്കിയാണ് ചിതറിച്ചത്. ഇനി ഒരു ഏകലോക സംവിധാനം ഇവിടെ ഉണ്ടാകും. അതിൻ്റെ ഒരു റിയാക്ഷൻ സംഭവിക്കണം. അതിന് ഭാഷയുടെ ഒരു ഏകീകരണം സംഭവിക്കണം. ലോകത്തിലെ സകല അതിർത്തി ഭാഷകൾക്ക് അതീതമായി ഇവിടെ ഭാഷകൾ കൊണ്ട് ഏകീകരണം വേണം. അങ്ങനെ ഭാഷകൾക്ക് അതീതമായി മനുഷ്യൻ ഏകീകരിക്കപ്പെടാൻ തുടങ്ങുന്നതാണ് WWW, വേൾഡ് വൈഡ് വെബ്. W എന്നെഴുതിയാൽ എബ്രായ ഭാഷയിൽ 6ാമത്തെ അക്കമാണ്. അത് 119 സങ്കീർത്തനത്തിന് 6ാം തലക്കെട്ട് നോക്കിയാൽ മതി. 6ാം തലക്കെട്ടിൽ വൗ എന്നെഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ W എന്നെഴുതിയാൽ വൗ എന്ന് എബ്രായ ഭാഷയിൽ വായിക്കണം. അങ്ങനെയാണെങ്കിൽ വൗ എന്നത് 6ാമത്തെ അക്കമാണെങ്കിൽ W എന്നുള്ളത് എബ്രായ ഭാഷയിലെ 6ാം അക്കവിലയാണെങ്കിൽ WWW എന്നെഴുതിയാൽ 6 6 6 എന്ന് വായിക്കണം. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ 666. ഇതിൻ്റെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ പറയുന്നു, അവൻ വെളിപ്പെടുന്നതിന് മുൻപ് കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ നാഥൻ ആകാശ മേഘങ്ങളിൽ വെളിപ്പെടും. ഇത് പ്രത്യാശ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഈ കൺവെൻഷൻ അവസാനിക്കാൻ തുടങ്ങുന്ന ഇന്ന് രാത്രി വായടച്ചെഴുന്നേൽക്കരുത്. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കൃപ പ്രാപിച്ച നിന്റെ അധരങ്ങൾ ആത്മാവിൽ ചലിക്കണം. ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നിന്റെ കണ്ണുകളെ നിത്യതയ്ക്കായി സ്വാധീനിക്കേണ്ടതിന് പകരം നിന്റെ കണ്ണിനെ ഭൗതിക നേട്ടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു പൈശാചിക താവളത്തെ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടുകൊണ്ട് നെടുമ്പാശ്ശേരിയെ നോക്കിക്കൊണ്ട് യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ആത്മാവിൽ പുറത്തു വരട്ടെ. യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ഒരു പറ്റം ദൈവമക്കൾ നിത്യതയ്ക്കായി രാത്രി വിടുവിക്കപ്പെടട്ടെ. ഞാൻ പറയട്ടെ, ആ നിത്യവീടിന്റെ ദർശനം ദൈവാത്മാവ് പറയുകയാണ്, ഇത് കത്തിയഴിയും, കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കൊടുമുഴക്കം ഉണ്ടാകുമോ? തെളിവുകൾ ഞാൻ നിരത്താം. നിങ്ങൾക്കറിയാമോ, 9,30,00,000 മൈൽ അപ്പുറത്തുനിന്ന് കത്തിച്ചൊലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ അകം കത്തുന്ന സൂര്യതാപം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആദ്യ ഗ്രഹത്തിൽ വരുമ്പോൾ 450 ഡിഗ്രി സെൽഷ്യസിലാണ് കത്തുന്നത്. അപ്പുറത്തെ ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ 425 ഡിഗ്രി സെൽഷ്യസിലാണ് പോകുന്നത്. എന്നാൽ ഭൂമിയിലേക്ക് വരുമ്പോൾ നേരെ 15 ഡിഗ്രി കുത്തനെ താഴുകയാണ്. എന്താ ഈ പ്രതിഭാസത്തിൻ്റെ പുറകിലെ കാരണം?
ഒരിടത്ത് 450 ഡിഗ്രി, മറ്റൊരിടത്ത് 475 ഡിഗ്രി, ഇവിടെ മാത്രം 15 ഡിഗ്രി. കാര്യം മറ്റൊന്നല്ല കേട്ടോ, എൻ്റെ ശരീരത്തിന് 98.4 ഡിഗ്രിയിൽ കൂടുതൽ സഹിക്കാൻ കഴിയത്തില്ലെന്ന് ഉണ്ടാക്കിയവൻ അറിയാം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരുവന്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ദൈവമക്കൾ ആത്മാവിൽ കാണുന്നു. ഇനി ഞാൻ പറയാം, ആ കാലം അസ്തമിക്കാറായി. ഈ ഭൂമി ഉഗ്രതാപം കൊണ്ട് കത്തുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുകയാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രകൃതിയുടെ താളക്രമം തെറ്റുകയാണ്. ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഭൂമിയിൽ തീ കൊണ്ട് ഉരുകി വീഴത്തക്ക പ്രതിഭാസം സംഭവിക്കുമെന്ന്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ആത്മാവിൽ കാണുന്നു, ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരികയാണ്. അകം കത്തുന്ന ദൈവമക്കൾ എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? അകം കത്തുന്ന ദൈവമക്കൾ എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? ഉയരത്തിലേക്ക് ഉയർന്നു പോയി എൻ്റെ കർത്താവിനെ മേഘങ്ങളിൽ ഞാൻ കാണുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഇരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കസേരയിൽ ഇരിക്കുന്നെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങൾ അകക്കണ്ണുകൾ കൊണ്ട് നിത്യവീടിനെ ഒന്ന് കാണണം. ഒരു സ്റ്റെതസ്കോപ്പിലൂടെ, അത് ഒരു ദീർഘവീക്ഷണ കോണിലൂടെ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ ആ നിത്യവീടിനെ ഒന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. എന്താ ഈ നിത്യവീട് വരാൻ തുടങ്ങുന്നതെന്ന് ബൈബിൾ പറയുന്ന ഭാഷ പറയാം. ഭൂമി കത്തി ജ്വലിക്കും, ഉരുകി തിളയ്ക്കും. നിങ്ങൾക്കറിയാമോ, 1945 ജൂലൈ മാസം ഒരു ദിവസം ന്യൂ മെക്സിക്കൻ മരുഭൂമിയിൽ ഒരു വലിയ അണ്വായുധം പരീക്ഷിക്കുകയാണ്. ഒരു ഇരുമ്പ് കേഡറിന്റെ പുറത്ത് വെച്ചാണ് അണ്വായുധം കത്തിച്ചത്. 16 അംഗ ശാസ്ത്ര സംഘത്തിൽ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ഭയം നിമിത്തം ഭഗവത്ഗീതയിലെ വിശ്വശ്ലോകം അദ്ദേഹം ചൊല്ലിപ്പോയി. 1000 സൂര്യന്മാർ ഒരുമിച്ച് കത്തുന്ന പ്രകാശധാരയിൽ ന്യൂ മെക്സിക്കൻ മരുഭൂമി ഉരുകിത്തിളച്ചു. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി കറുത്ത തിങ്കളാഴ്ച രാവിലെ 8:15 രാത്രി വെളുപ്പിന് 2:30 തൊട്ടടുത്ത ഗിനി എന്ന ദ്വീപിൽ നിന്നും പറന്നുയർന്ന എനാഗുളെ എന്ന ഫ്ലൈറ്റർ 36,000 അടി ഉയരത്തിൽ വച്ച് 13.5 കിലോ ടൺ ഭാരമുള്ള ഒരു അണ്വായുധം താഴേക്കിട്ടു. 16,000 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് കുട പോലെ അങ്ങ് വിരിഞ്ഞു. നീലയായി, പച്ചയായി, വെള്ളയായി, മഞ്ഞയായി ഒരു ഭീമാകാര രൂപത്തിൽ കുട വിരിഞ്ഞ് താഴേക്കിറങ്ങിയപ്പോൾ 1,20,000 നിരപരാധികൾ ആവിയായി മുകളിലോട്ട് പൊങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് വന്നു വീണത് ഒരു സ്ലാബിന്മേലാണ്. നിരവധി വാഹനങ്ങൾ ഒഴുകുന്ന ഒരു സ്ലാബിലാണ്. ആ സ്ലാബ് അതുപോലെ പൊട്ടിപ്പൊങ്ങി. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ശരീരത്ത് തീ പിടിച്ചത് കൊണ്ട് എടുത്ത് ആറ്റിൽ ചാടി. അവരുടെ ശരീരം ആവിയായി മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത്യുഗ്രമായ ചൂടിൽ തിളയ്ക്കുന്ന നദിയുടെ പുറത്തുകൂടെ ഈ സ്ലാബ് തെന്നി നടന്നു. ഒരു ചെറിയ അണ്വായുധ വിസ്ഫോടനത്തിൽ ഇവിടെ ഇത് സംഭവിച്ചെങ്കിൽ, ഒരു തുള്ളി വെള്ളം ചുട്ടുപഴുത്ത ഒരു അടകല്ലിൻ്റെ പുറത്തോട്ട് വെച്ച് പഴുത്ത ഒരു ചുറ്റിക കൊണ്ടൊന്ന് അടിച്ചു നോക്കണം വീട്ടിൽ ചെന്ന്. ഒരു കൈത്തോക്കിലെ തിര പൊട്ടിത്തെറിക്കുന്ന ഭയങ്കര പൊട്ടിത്തെറിയിൽ ആ ഒരു തുള്ളി വെള്ളം വിഘടിക്കും. അങ്ങനെയാണെങ്കിൽ സപ്തസാഗരങ്ങളിലെ മുഴുവൻ വെള്ളവും എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന കൊണ്ട് വിഘടിക്കുമ്പോൾ ഈ ഭൂമി ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമായി മാറും. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ആത്മാവിൽ കാണുന്നു, ഇത് ഉരുകിത്തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് വസിക്കാൻ ദൈവം ഒരുക്കുന്ന മറ്റൊരു കൊട്ടാരമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നിനക്ക് വേണ്ടി അരുമനാഥൻ ഒരുക്കുന്ന ഭവനം. നമുക്കറിയാം, മുംതാസ് മകളിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഷാജഹാൻ ഉണ്ടാക്കിയ താജ്മഹൽ ഇന്ത്യയുടെ പ്രതാപ പ്രതീകമാണ്. അയാളുടെ സമ്പത്തിനനുസരിച്ചാണ് അത് ഉണ്ടാക്കിയത്. ആ മനോഹരമായ മാർബിൾ ശില്പം അയാളുടെ സമ്പത്തിനനുസരിച്ചാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ നാഥൻ മുംതാസ് മകളിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരുക്കിയ ഷാജഹാന്റെ സമ്പത്തുള്ളവനല്ല. അതിനേക്കാൾ ഈ സകല രത്നഖരികളുടെയും ഈ കോടി ഭൂമിയിൽ മുകളിൽ കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളുടെയും ഉടമയായ എൻ്റെ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മണവാട്ടിക്ക് ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, എൻ്റെ നിത്യവീടിനെ ആത്മാവിൽ കാണുമ്പോൾ എനിക്ക് അറിയാതെ ആരാധന വരികയാണ്. സ്തോത്രം പറയാൻ എത്ര പേരുടെ അധരം ചലിക്കും? സ്തോത്രം പറയാൻ എത്ര പേരുടെ അധരം ചലിക്കും? രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കിയില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ ഈ കാര്യം പറയും, നിങ്ങളുടെ മനസ്സിൽ കരുതിയേ പോകാവൂ. ആത്മാവിൽ യോഹന്നാൻ കുറിക്കുകയാണ്, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിലേക്ക് കൊണ്ടുപോയി. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം
സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് എന്നെ കാണിച്ചു തന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതുപോലെ യാഥാർത്ഥ്യമാണ് ഈ നിത്യവീടിൻ്റെ ദർശനം. സ്തോത്രം. അതിൻ്റെ ജ്യോതിസ് കാന്തത്തിന്, സൂര്യജ്വാല പോലെ കത്തിജ്വലിക്കുന്ന രത്നത്തിന് തുല്യമായി ദിവ്യ തേജസ്സിനാൽ നിറഞ്ഞതായിരുന്നു. സൂര്യകാന്ത രത്നത്തിന് തുല്യമായി ജ്വലിക്കുന്ന തേജസ്. എന്താ സൂര്യകാന്ത രത്ന തേജസ്? നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് കയറി നിൽക്കുമ്പോൾ സൂര്യപ്രഭയിൽ എത്ര വെണ്മയുണ്ടോ ആ പ്രകാശധാരയിൽ മുങ്ങിക്കുളിച്ചിറങ്ങി വരത്തക്ക വിധത്തിൽ കത്തുന്ന തേജസ്. അങ്ങനെയുള്ള ഒരു കെട്ടിടമാണ് ഇറങ്ങി വരുന്നത്. അതിന് പൊക്കമുള്ള വൻമതിലും, മതിലിന്മേൽ 12 ഗോപുരവും, ഗോപുരങ്ങളുടെ മേൽ 12 ദൂതന്മാരും ഉണ്ടെന്നാണ് വചനം. പൊക്കമുള്ള വൻമതിൽ, പൊക്കത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത്, ദൂതൻ അളവുകോൽ കൊണ്ട് മതിൽ അളന്നു, 144 മുഴം എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ 210 അടി എന്നർത്ഥം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ, ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഈ ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയല്ലോ തമ്പുരാനെ എന്ന മട്ടിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇരിക്കുന്നത് ഇവിടെയാണെങ്കിലും വീടിനെ ഒന്ന് ആത്മാവിൽ കണ്ടാൽ ഇന്ന് രാത്രി അറിയാത്തൊരു ആരാധന ഉയരും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. 2-3 മാസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷിച്ചിട്ട് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഫ്ലൈറ്റ് അങ്ങോട്ട് കറങ്ങി താഴുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന മണലാരണ്യത്തിൽ അധ്വാനിച്ച സാധാരണക്കാരായ ആളുകൾ കൂടെ ഇടത്തും വലത്തുമൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴേ ഫ്ലൈറ്റ് അങ്ങോട്ട് കറങ്ങി താഴുമ്പോൾ ഇവരുടെ ഒരു മുഖഭാവം കാണണം. സ്തോത്രം. മര്യാദയ്ക്ക് ബെൽറ്റൊക്കെ ഇട്ട് അനങ്ങാതെ സീറ്റിൽ ഇരിക്കണമെന്നൊക്കെ എയർ ഹോസ്റ്റസ് പറഞ്ഞാലും ഇവൻ മുൻപിലത്തെ സീറ്റിൻ്റെ പുറകിലോട്ട് അങ്ങോട്ട് പിടിച്ചേച്ച് വളഞ്ഞു കുത്തി ഒന്ന് പൊങ്ങി ഈ ജനലിൽ കൂടെ താഴോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടാൽ ഇദ്ദേഹത്തിന് താഴോട്ട് ഇറങ്ങി വീട്ടിലോട്ട് ഓടിപ്പോണമെന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ മണലാരണ്യത്തിൽ നിന്ന് പച്ചപ്പട്ട് വിതച്ചതുപോലെയുള്ള നമ്മുടെ തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ ഈ ദൈവത്തിന് സ്തോത്രം നാടിൻ്റെ മുകളിൽ ഈ വാഹനം ഒന്ന് കറങ്ങുമ്പം വീട്ടിൽ പോകാനുള്ള ആവേശം അകത്തങ്ങ് കത്തുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നമ്മുടെ വീടിനെ കുറിച്ചൊരു ദർശനം ഇന്ന് രാത്രി ഇരിക്കുന്ന പോകാൻ ഒരു ന്യായവുമില്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആട്ടുകല്ല് പോലിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വീട്ടിൽ പോകുമെന്ന് ഉറപ്പുള്ള ചില ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ അകം ഇന്ന് രാത്രി ഇവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി അകത്ത് വ്യാപരിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കേണ്ടത് നിന്റെ നിത്യ വീടിനെ ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഏറ്റവും പുറകിലിരിക്കുന്ന ദൈവമക്കൾ മുതൽ ഏറ്റവും മുൻപിലിരിക്കുന്ന ദൈവമക്കൾ വരെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ വിശ്വാസ കണ്ണുകളാൽ നിന്റെ നിത്യ വീടിനെ ഒന്ന് കാണണം. ഞാൻ രാത്രി പറയട്ടെ, സ്തോത്രം, എയർപോർട്ടിലോട്ട് അങ്ങോട്ട് വന്നിറങ്ങി കാറയിലോട്ട് കയറി ഡ്രൈവറിനോട് എന്താ പറയുന്നടാ, നെടുമ്പാശ്ശേരിയിലെ ഏറ്റവും വലിയ വീട്ടിലോട്ട് വണ്ടി വിടടാ എന്നാന്നോ പറയുന്നത്? അല്ല, നെടുമ്പാശ്ശേരിയിലെ ഏറ്റവും വലിയ വീട്ടിൽ ചെന്നാൽ എന്നെ കയറ്റത്തുമില്ല, ഞാൻ അങ്ങോട്ട് പോകത്തുമില്ല. നെടുമ്പാശ്ശേരിയിലെ ഏറ്റവും വലിയ വീടല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ മെഴുകിയ തറയുള്ള ഓലമേഞ്ഞ പെരയാന്നേരി എൻ്റെ വീടാ എൻ്റെ ലക്ഷ്യം. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ആ വികാരം എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി അത് അകത്ത് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ധനാഢ്യൻ്റെ മാർബിൾ കൂരയ്ക്കകത്ത് കിടന്നുറങ്ങുന്നതിനേക്കാൾ എൻ്റെ വീടിനകത്ത് കിടന്നുറങ്ങുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറയുന്ന ദൈവമക്കൾ ഇവിടെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ വീട്ടിലോട്ട് വലിക്കുന്ന ശക്തി ഞാൻ പറയാം. എൻ്റെ അപ്പൻ അവിടെയുണ്ട്, എൻ്റെ അമ്മ അവിടെയുണ്ട്, എൻ്റെ ഭാര്യ അവിടെയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. അവരുടെ മുഖം കാണാൻ കൊതിക്കുന്നതാണ് എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരൻ്റെ കൊതിയെങ്കിൽ ഇന്ന് രാത്രി നിത്യ വീടിനെ ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ആര് വാ പൂട്ടിയിരുന്നാലും ഇന്ന് രാത്രി ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ആരാധിക്കാനോ കരമടിച്ച് ആരാധിക്കാനോ അന്യഭാഷയിൽ ആരാധിക്കാനോ മടിക്കരുത്. ഈ രാത്രി കൃപ ലഭിച്ച ദൈവപൈതലേ, ഇവിടെ വ്യാപരിക്കുന്ന ദൈവ തേജസ്സിന്റെ വ്യാപാരം ഈ ഗ്രൗണ്ടിന്റെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നെ പണിയുകയാ. ഈ രാത്രി നിത്യവീടിന്റെ ദർശനം അകത്ത് വ്യാപരിക്കട്ടെ. എൻ്റെ ആയുസ്സിൽ കഴിഞ്ഞ 49 വർഷത്തിനിടയിൽ എനിക്ക് ഏറ്റവും വലിയ ഭാരമുണ്ടായ വിഷയം, സംഭവം ഏതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിച്ച രംഗം 4 കൊല്ലത്തിന് പുറകിൽ എൻ്റെ പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മന്നമരുതിയിലുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സെമിട്രിയുടെ മുൻപിൽ കൊണ്ടുവന്ന് മുഖം മൂടുവാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിരവധി ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തിയവനാണെങ്കിലും എൻ്റെ ഹൃദയം തകർന്നുപോയി. വളരെയധികം വിങ്ങിക്കരഞ്ഞുകൊണ്ടാണ് ആ പിതാവിൻ്റെ മുഖം മൂടിയത്. ഇവിടെ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ
പ്രതീക്ഷിക്കാത്ത സമയം ഉറ്റവർക്ക് അന്ത്യചുമ്മനം കൊടുത്ത് മുഖം മൂടി. എന്നാൽ ആരുടെയൊക്കെ മുഖം മൂടിയോ അവരെ തേജസ്സിന്റെ കരിപുരളാത്ത മഹത്വത്തിൽ നേരിട്ട് കാണുന്ന ദിവസങ്ങൾ വരുന്നെന്ന് അകത്തൊന്ന് ആത്മാവിൽ കത്തിയാൽ നീ ഇന്ന് രാത്രി ഇവിടെ മൗനമായിട്ടിരിക്കില്ല കേട്ടോ. ബാരിപ്പേടയിലെ കുഗ്രാമത്തിൽ വ്രണം വന്ന കുഷ്ഠരോഗികൾക്ക് ആശ്വാസമായി തീർന്ന ആ ദൈവദാസനും കുഞ്ഞുങ്ങളും വണ്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ എണ്ണ ഒഴിച്ചൊരുപിടി ചാമ്പലായി കത്തിച്ച നീചനായ ദാരാസിംഗും കൂട്ടനും കരിക്കട്ട പോലെയാക്കിയ ആ 3 ശരീരങ്ങളെ ആ മണ്ണ് ഏറ്റുവാങ്ങിയപ്പോൾ ഗ്ലാഡിസും എസ്തേറും തങ്ങളുടെ ഭർത്താവിൻ്റെയും അത് തങ്ങളുടെ പിതാവിൻ്റെയും ബോഡി കണ്ട് അലറിക്കരഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു സ്ഥലം ദൈവമക്കളെ പരിചയപ്പെടുത്താം. നിത്യതയുടെ തീരത്ത് ആര് കരിവാരുന്ന ശരീരത്തോടെ പോയോ ആ ആൾ തേജസ്സിൽ കയറി വരുന്ന കാഴ്ച എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുമെങ്കിൽ സ്തോത്രം പറയാതിരിക്കരുത് കേട്ടോ, സ്തോത്രം പറയാതിരിക്കരുത്. 1500 വർഷം മുൻപ് ശവമടങ്ങിയ മോശയെയും 700 വർഷം മുൻപ് ഉടലോടെ പോയ ഏലിയാവിനെയും മറുരൂപമലയിൽ തിരിച്ചറിഞ്ഞെങ്കിൽ യാതൊരു വിധത്തിലെ വ്യത്യാസവുമില്ലാതെ മൺമറഞ്ഞ വിശുദ്ധന്മാരെ തിരിച്ചറിയുന്ന ആ ദിവസം എത്ര ശുഭകരമായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി, സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും മതിലിന്മേൽ 12 ഗോപുരവും ഗോപുരത്തിന്മേൽ 12 ദൂതന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ ആളിനേക്കാട്ടിൽ വലിയ തലക്കെട്ട് വരികയല്ലോ. തലക്കെട്ട് ഇത്രയും വലുതാണെങ്കിൽ ആൾ എത്രയുമായിരിക്കും? മതിൽ കേൾക്കണോ? 210 അടി 144 മുഴം. ഈ നിൽക്കുന്ന കർട്ടൻ ക്ലോത്ത് ചെയ്തിരിക്കുന്നത് കൂടി വന്നാൽ 6 അടി പൊക്കം. 6 അടി പൊക്കത്തിന്റെ മതിലങ്ങ് വിചാരിക്കുക എത്രയുണ്ട്? 10 അടി ആയാലോ പോട്ടെ, 20 അടി ആയാലോ 20 അടി മതിലിന് കോട്ട എന്ന് പറയാം. 210 അടി കുത്തനെ പൊങ്ങി നിൽക്കുന്ന ഒരു 13-14 അടി പൊക്കം കാണും മേൽഭാഗം വരെ ഇവിടെ. അങ്ങനെയാണെങ്കിൽ 210 അടി കുത്തനെ പൊങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ 36 പേർ ഒന്നിനു പുറത്തൊന്നായി 6 അടി പൊക്കമുള്ളവർ കയറി നിന്നാൽ എത്രയും പൊക്കമുണ്ട് അത്രയും പൊക്കത്തിൽ നിൽക്കുന്ന മതിൽ. സ്തോത്രം. അതും ഇഷ്ടിക കൊണ്ടും ഹോളോ ബ്രിക്സ് കൊണ്ടുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, സൂര്യകാന്ത രത്നം കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. സൂര്യകാന്ത രത്നം കൊണ്ട് തീർത്ത മതിൽ. പിന്നെയും പോട്ടെ, അത് 1500 മൈൽ ഒരു വശത്ത് നീളം, 1500 മൈൽ മറുവശത്ത് വീതി, 1500 മൈൽ മറുവശത്ത് വീതി. അങ്ങനെയാണെങ്കിൽ 1500 മൈൽ നീളത്തിൽ 210 അടി പൊക്കത്തിൽ സൂര്യകാന്ത രത്നം കൊണ്ട് തീർത്ത ഒരു വലിയ മതിൽക്കെട്ട് നിൽക്കുകയാ. ആ മതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഡൽഹി വരെ നൂല് പിടിച്ചതുപോലെ നീളത്തിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അത്രയും നീളത്തിൽ മതിൽ നിൽക്കുകയാ. ആ മതിലിന്റെ ഒരു വശത്ത് 3 ഗോപുരം, 3 ഗോപുരം വീതം പവിഴ ഗോപുരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തോട്ടൊന്ന് കയറുക. ദൂതൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു. 1500 മൈൽ ഉയരമുള്ള 1200 നാഴിക സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 1500 മൈൽ എന്ന് പറയാം. 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരം, സമചതുര ഘനവടിവം എന്ന് മലയാള ഭാഷയിൽ പറയാം. പുതിയ യെരൂശലേമിന്റെ ഈ വലിപ്പം സമാഗമന കൂടാരത്തിന്റെ അതിപവിത്ര സ്ഥലത്തിന് തുല്യമായിരിക്കുന്നു. 1500 മൈൽ കുത്തനെ പൊക്കം. നിങ്ങൾ ശ്രദ്ധിക്കണേ, 111 നിലയുള്ള ബില്ലാദന്റെ ആളുകൾ തകർത്ത വേൾഡ് ട്രേഡ് സെന്റർ ന്യൂയോർക്കിലെ സീറോ സിറ്റിയിൽ ഞാൻ നേരിട്ട് കണ്ടു. അവിടെ ചെന്ന് ആ പ്രത്യേക സ്ഥലത്ത് അന്ന് കണ്ടപ്പോൾ, വീഴുന്നതിന് മുൻപ്, അത് തകരുന്നതിന് മുൻപ് കണ്ടപ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് കാണാൻ വേണ്ടി താഴെ നിന്ന് നോക്കിയ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ തല ഉയർത്തി നോക്കിയിട്ട് അതിൻ്റെ മുകൾ വശം കാണാൻ കഴിയുന്നില്ല, അത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഏതാണ്ട് 1370 അടി പൊക്കമുള്ള മനുഷ്യനിർമ്മിതമായൊരു കെട്ടിടം കാണാൻ എൻ്റെ തല ഇങ്ങനെ ഉയർത്തിയിട്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ 1500 മൈൽ നേരെ പൊങ്ങി നിൽക്കുന്ന ആ മഹാസൗധം കാണാൻ എൻ്റെ കണ്ണിന് ശക്തിയില്ല. അതുണ്ടാക്കിയിരിക്കുന്ന ഇഷ്ടിക കൊണ്ടല്ല, ഹോളോ ബ്രിക്സ് കൊണ്ടല്ല, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനി തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊട്ടാരമാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവവൈദ്യ നിനക്ക് വേണ്ടി നാഥൻ ഒരുക്കിയിരിക്കുന്നത്. എന്നു രാത്രി ആത്മാവിലൊന്ന് കണ്ടാൽ
പോരാ 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 പോരാ. ഇന്ന് രാത്രി വീടിനെ കുറിച്ച് ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി ആരാധിക്കുന്ന രാത്രിയാകട്ടെ. രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി എൻ്റെ അകം കത്തിക്കൊണ്ടായി ദൂത് ഇവിടെ സംസാരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ആത്മസ്നാനം പ്രാപിച്ച സകല ദൈവമക്കളും ഇന്ന് രാത്രി ആരാധിക്കുന്ന രാത്രിയാകണം. ഇടം വലം നോക്കാതെ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ വീട് അവിടെയാണെന്ന് ബോധ്യമുള്ള ഭരിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കണം. അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്വന്തം രക്തബന്ധങ്ങളെക്കാൾ യേശുവിനെ സ്നേഹിച്ച് വിശ്വാസത്തിന്റെ ചുവട് വെച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുന്നത് ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി നിത്യവീടിന്റെ ദർശനം കണ്ട് ആരാധിക്കണം. എന്തിന്? ദൈവത്തിന് സ്തോത്രം. 1500 മൈൽ ഉയരത്തിൽ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനിത്തങ്ക നിർമ്മിതമായ മനോഹരമായ ഭവനം. അതിനകത്തോട്ട് കയറുന്ന രംഗം ഇന്ന് രാത്രി ഇന്ന് ഭാവനയെ കണ്ടേ. ഇന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? അതിനകത്തോട്ട് കയറുന്ന രംഗം ഒന്നിന്ന് രാത്രി ഭാവനയെ കണ്ടേ. അതിനകത്തോട്ട് കയറുന്ന രംഗം ഓർത്താൽ എൻ്റെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയുകയില്ല. സൂര്യകാന്ത രത്നം കൊണ്ട് തീർത്ത മതിൽക്കെട്ട്. ഇനിയും അതിൻ്റെ അടിസ്ഥാനമോ സ്തോത്രം സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, വൈഢൂര്യം, ചുവപ്പുകല്ല്, നഖവർണി എന്നിത്യാദി രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് അടിത്തറ നിർത്തിയിരിക്കുന്നു. ഓരോ ഗോപുരം ഓരോ പൗഴത്താൽ ജ്വലിച്ചു നിൽക്കുന്നു. 3 പൗഴങ്ങളുടെ 3 ഗേറ്റുകൾ ഒരു വശത്ത് കത്തി നിൽക്കുന്നു. അതിനകത്ത് 1500 മൈൽ പൊക്കത്തിൽ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനിത്തങ്ക നിർമ്മിതമായി ഒരു വലിയ കൊട്ടാരം ഉയർന്നു നിൽക്കുന്നു. അതിന് നടുവിൽ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നു. അത് മറ്റാരും ദമസ്കോസിന്റെ പടിവാതുക്കൽ തേജസ്സിന്റെ പ്രഭയിൽ സൂര്യ തേജസ്സിനെ കവിയുന്ന പ്രകാശധാരയിൽ ഇറങ്ങി വന്ന ദൈവ കുഞ്ഞാട് അതിന്റെ വിളക്കായി ജ്വലിച്ചു നിൽക്കുന്നു. രാത്രി അവിടെ ഇല്ലല്ലോ. അതിന്റെ വാതിലുകൾ പകൽക്കാലത്ത് അടയ്ക്കാറില്ല. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്ന ഒരുത്തനും അവിടെ കടക്കയില്ല. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, അങ്ങോട്ട് കയറുന്ന രംഗം ഞാൻ എൻ്റെ ഭാവനയിൽ ഒന്ന് കാണുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ അമേരിക്കയിൽ ഡാളസിൽ ഈ പറയുന്ന കാര്യം ഭാവനയല്ല, യാഥാർത്ഥ്യമാണ്. ഡാളസിൽ പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര സ്വദേശിയായ കൊട്ടാരക്കര മേഖലയിലുള്ള സിലു എന്നൊരു പെൺകുട്ടി പ്രസവാർത്ഥം കിടക്കുന്നു. അവളുടെ പ്രസവം നടന്നുകൊണ്ടിരിക്കുന്നു. വേഗം അവൾ മരണത്തോടടുത്തു. ഡോക്ടേഴ്സ് പറഞ്ഞു കത്തി കത്തി കത്തി. ഓടി വന്നു ആളുകൾ, ഡോക്ടേഴ്സ് എല്ലാം വന്നു. അവളുടെ ഉദരം അതേ മുറിച്ച് കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും കുഞ്ഞ് മരണത്തോടടുത്തു. അവൾക്ക് കൃത്രിമ ശ്വസനം നൽകുവാൻ വെന്റിലേറ്റർ കണക്ട് ചെയ്തു. ലങ്സിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനം ഏതാണ്ട് സിലുവിന്റെ നിലച്ചു. വാതുക്കലിരിക്കുന്ന ജോൺസനോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഭാര്യയുടെ നില ഗുരുതരം, ഞങ്ങൾ വെന്റിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. രാവിലെ വരെ ജീവൻ മടങ്ങി വന്നില്ലെങ്കിൽ ഡെഡ് ബോഡിയുമായി പോകാം, കുടുംബാംഗങ്ങളെ അറിയിച്ചു കൊള്ളുക. അലറിക്കരഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെ വിളിച്ചു. കർത്തൃദാസനും ഒരുപറ്റം വിശ്വാസികളും പറന്നവിടെ എത്തി. വീയപുരം ജോർജ് കുട്ടി എന്നറിയപ്പെടുന്ന ദൈവദാസനും ഒരുപറ്റം വിശ്വാസികളും പറന്നവിടെ എത്തി. വെന്റിലേറ്റർ കണക്ട് ചെയ്ത് ആ സഹോദരി മരണത്തോടടുക്കുകയാണ്. പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നാളെ രാവിലെ ഞങ്ങളുടെ സഹോദരന്റെ ഡെഡ് ബോഡിയുമായിട്ടല്ല പോകേണ്ടത്. അവൾ കണ്ണ് തുറന്ന് മുഖം കൊണ്ട് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന രംഗം ഞങ്ങൾക്ക് കാണണം. ഞാനൊരു ദൂത് ഇടയ്ക്ക് പറയട്ടെ, മരണദൂതൻ സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവന്റെ മേൽ കൈവച്ചാൽ പ്രാർത്ഥിക്കാൻ ചില ദൈവമക്കൾ ഉണ്ടെങ്കിൽ മരണദൂതന്റെ കരത്തെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന നിന്റെ കൈകളിൽ ജീവനെ മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള നാഥന്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട്. എന്തിന്? രാവിലെ 6 മണിക്ക് സിലു ജീവനിലേക്ക് കണ്ണ് തുറന്നു. ഇനി സിലുവിന്റെ ഭാഷയിൽ ശ്രദ്ധിക്കുക. സിലു പറയുന്ന വാക്കുകൾ ഞാൻ എടുത്തുദ്ധരിക്കാം. മരണം അടുത്തു വരുന്നത് എനിക്ക് മനസ്സിലായി. ഒരു കൊടും ശൈത്യം എൻ്റെ 2 കാലുകളെയും മൂടുന്നത് എനിക്ക് തോന്നി. അത് മുകളിലോട്ട് കയറി വന്നപ്പോഴേക്കും ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ ഒരു രൂപം പുറത്തിറങ്ങി. ഞാൻ മുകളിലേക്ക് ഉയർന്നു. ഞാൻ അതിവേഗം യാത്രയാകുകയായിരുന്നു. ഞാനൊരു വിശാല പ്രതലത്തിൻ്റെ മുൻപിലെത്തി. ഇതാ ഒരു സ്വർണ്ണ കവാടം നിൽക്കുന്നു. എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബൈബിൾ പറഞ്ഞത് യാഥാർത്ഥ്യം എന്നെനിക്ക് ബോധ്യമായി. ഒരു വെള്ളിച്ചിറകുള്ള മാലാഖ ആ വലിയ കവാടത്തിന് കാവൽ നിന്നു.
ആ കവാടം അല്പം തുറന്നിരുന്നു. അതിനകത്തേക്ക് നോക്കിയപ്പോൾ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ആനന്ദം അവിടെ തുടിച്ചു തുള്ളുന്നു. ഞാൻ അകത്തോട്ട് കയറാൻ പ്രവേശനം ചോദിക്കുമ്പോൾ എന്നെ ആരും തിരിച്ചു കൊണ്ടുപോകരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നോട് ദൂതൻ പറഞ്ഞു, നിന്റെ സമയം ഇതുവരെ ആയിട്ടില്ല, നിന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും നിന്നെ കാത്തിരിക്കുന്നു, അതിവേഗം നീ മടങ്ങിപ്പോകുക. ഞാൻ കണ്ണ് തുറന്നപ്പോൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചായുസ് വേഗം തീരുമെന്നും നിത്യവീട് യാഥാർത്ഥ്യമാണെന്നും തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ച് എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കണം. അതിനപ്പുറത്തുള്ള സകല ബന്ധനങ്ങളും ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ വെട്ടിമാറ്റപ്പെട്ടിട്ട് ഈ ശുശ്രൂഷയുടെ ഒടുവിലത്തെ മിനിറ്റുകളിൽ ചില വ്യക്തികളുടെ കണ്ണുകളിൽ നിത്യതയുടെ ദർശനം തെളിയട്ടെ. ഞാൻ പറയട്ടെ, അങ്ങോട്ട് കയറുന്ന രംഗം ഞാനൊന്ന് ആത്മാവിൽ കാണുകയാ. ആ രംഗത്ത് നമ്മൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അറിയാമോ? വാതക സഞ്ചയമായിട്ടല്ലെന്നേ, വായു വ്യൂഹമായിട്ടുമല്ല, സ്പർശനവേദ്യമായ ആത്മയാളത്വത്തിൽ തമ്മിൽ തിരിച്ചറിയുന്ന വിധത്തിൽ അവിടെ എത്തും. ആ യാത്രയുടെ ഇടയിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന സമയം ഞാൻ ഈ സണ്ണി പാസ്റ്ററെ ഒന്ന് കണ്ടെന്നിരിക്കട്ടെ. ഒരു ഭാവന ഒന്ന് കയറാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ കയറാൻ തുടങ്ങുന്നു, തിരിച്ചറിവ് കഴിഞ്ഞു. സകല വിശുദ്ധന്മാർ ഒരുമിച്ച് അങ്ങോട്ട് പുതിയ യെരൂശലേമിലേക്ക് കയറാൻ തുടങ്ങുകയാ. ഒരു വാക്യം ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം പറയാൻ ധൈര്യമുള്ളവർ ചേർന്ന് പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വാക്യം അവിടെ കൊണ്ട് മുറിഞ്ഞിരുന്നെങ്കിൽ ഈ ദർശനം ശരിയാകുകയില്ലായിരുന്നു. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് ഏതാണെന്ന് ഇന്ന് രാത്രി കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കയറുന്ന രംഗം സണ്ണി പാസ്റ്ററും ഞാനും തമ്മിലത് കണ്ടെന്നിരിക്കട്ടെ. കാണുന്ന സമയം എന്തായിരിക്കും കുശലം പറയാൻ അവസരം ഉണ്ടായാൽ പറയുന്ന കുശലം. സ്തോത്രം. പാസ്റ്ററെ എങ്ങനെ ഉണ്ടായിരുന്നു നെടുമ്പാശ്ശേരി ഏരിയയുടെ പ്രവർത്തനമൊക്കെ? പിന്നീട് എത്ര സഭകൾ വന്നു? പിന്നത്തെ കൺവെൻഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തമ്മിൽ പിരിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരിക്കുകയാൽ അവിടുത്തെ ചോദ്യം. സകലതും മറപൊരുളില്ലാതെ കാണാൻ കഴിയുന്ന നിത്യതയുടെ തുറസായ പ്രതലത്തിൽ ഞാൻ താഴോട്ട് നോക്കുമ്പോൾ നരകത്തിൽ പിടയുന്ന ആത്മാക്കളുടെ നിലവിളിയിൽ എന്നേക്കാൾ മുന്നിൽ ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പലരും അവിടെ എത്താതെ താഴെ നരകത്തിൽ പീഡ അനുഭവിക്കുമ്പോൾ സാധുവായ എന്നെ കാൽവറിയിൽ ചൊരിഞ്ഞ ചോര മുഖാന്തരം അവിടെ എത്തിച്ച ദൈവകൃപ ഓർക്കുമ്പോൾ ഞങ്ങളൊന്ന് കൈ കൊടുത്താൽ പറയുന്ന വാക്കുണ്ട് കൃപാ. സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? മിണ്ടാതിരിക്കരുത് കേട്ടോ, മിണ്ടാതിരിക്കരുത്. അകത്ത് ദർശനം തിളയ്ക്കുന്ന ദൈവമക്കൾ മിണ്ടാതിരിക്കരുത്. നിന്റെ അപ്പനും അമ്മാച്ചനും അനന്തരനും കൊച്ചപ്പനും കൊച്ചമ്മയും ഈ കൃപയിൽ വരാതിരിക്കെ നീ ഇന്ന് രാത്രി കൃപയിൽ നിൽക്കുമ്പോൾ നിനക്കെതിരെ ഉയരുന്ന ഘോര പോരാട്ടങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് ഓർത്താൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ അറിയാതെ വാ തുറന്ന് വിളിച്ചു പറയണം കൃപ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നീ അവിടെ കാണുമോ? നീ അവിടെ കാണുമോ? നീ അവിടെ കാണുമോ? പരിശുദ്ധാത്മാവി രാത്രി സുഹൃത്തെ നിന്നോട് ചോദിക്കും, നീ അവിടെ കാണുമോ? കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്ന ഒരുത്തനും അവിടെ കടക്കയില്ല. അവിടെ കടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവിടെ കടക്കാൻ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം. ആ കുഞ്ഞാടിനെയാണ് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറേയനായ യേശു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി. അക്കാരങ്ങൾ കർത്താവിങ്കിലൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ആരും ഇന്ന് രാത്രി ഗ്രൗണ്ട് വിടാൻ ചിന്തിക്കരുത്. ഏറ്റവും നിർണായകമായ മിനിറ്റുകളാണ് ഇനിയും. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയരട്ടെ. വാ തുറന്ന് കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അടുത്തിരിക്കുന്നവരെ ആരെയും നോക്കണ്ട, മുൻപിലിരിക്കുന്നവരെ പുറകിലിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട. രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഞാൻ അവിടെ കാണുമോ കർത്താവേ? ശബ്ദം ഉയരട്ടെ. കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ച്, യെസ്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി അപ്പൻ്റെ മുൻപിൽ കുഞ്ഞ് നിൽക്കുന്നത് പോലെ, അമ്മയുടെ മുൻപിൽ പൈതൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന നിൽപ്പിൽ വാ തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ അവിടെ കാണുമോ? കർത്താവേ ഞാൻ അവിടെ കാണുമോ? ഈ രാത്രിയിൽ ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവിടെ കാണണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കരമൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കണം. ആ കരം രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചേ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പിരിയാൻ പോവാ. കാണാത്ത 8 പേരുടെ പേര്, 8 കൂട്ടരുടെ പേര് എഴുതിയിട്ടുണ്ട്.
ശ്രദ്ധിക്ക, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ഫോഷ്ക് പറയുന്നവർ, ഫോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. അങ്ങനെയാണെങ്കിൽ അവിടെ കാണാത്ത 8 കൂട്ടരിൽ ഒന്നാമത്തേത് വ്യഭിചാരിയല്ല, ഒന്നാമത്തേത് കുലപാതകിയല്ല, ഒന്നാമത്തേത് ഭീരുവാണ്. എന്താണ് ഭീരുത്വം? ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്താൽ അവരും ഇവരും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ദൈവിക വിഷയത്തിൽ തീരുമാനമെടുക്കാതെ മറ്റുള്ളവരെ ഭയപ്പെടുന്നവനാണ് ഭീരു. എന്നാൽ ആരാ ധീരനെന്നറിയാമോ? ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ചോര ഒഴുക്കേണ്ടി വന്നാലും, എൻ്റെ സാക്ഷ്യത്തിന്മേൽ എൻ്റെ രക്തം വീഴേണ്ടി വന്നാലും, യേശു കൽപ്പിച്ചതാണോ അത് ഞാൻ അനുസരിക്കുമെന്ന് പറയാൻ ധൈര്യം പ്രാപിച്ചവനാ ധീരൻ. കള്ളമില്ലാത്ത പിള്ളയെ വെള്ളം തളിച്ച് വ്യക്തി ജീവിതത്തിൽ പ്രതിഷ്ഠയില്ലാതെ സ്നാനപ്പെടുത്തുന്നതല്ല ബൈബിൾ വ്യവസ്ഥ. വചനപ്രകാരം യേശുവിനെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന നീ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥ. കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായി ഒലിവെണ്ണയും കാച്ചുന്ന തൈലം നെറ്റിക്ക് പുരട്ടുന്ന അല്ല വചനവ്യവസ്ഥ. കാത്തിരിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യമാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. അത് ഏറ്റെടുക്കാൻ ദൈവാത്മാവ് നിർബന്ധിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് ഭയപ്പെട്ടി സത്യത്തെ പുറങ്കാൽ കൊണ്ട് വലിച്ചെറിയുന്നവളാണ് നീയെങ്കിൽ നിനക്ക് കത്തുന്ന നരകം കാത്തിരിക്കുന്നു. എന്നാൽ എൻ്റെ സ്വന്തം രക്തം ഒപ്പുവെക്കേണ്ടി വന്നാലും ഞാൻ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുകയാണ്. സകല ദൈവമക്കളും ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. എൻ്റെ മുൻപിലിരിക്കുന്ന സകല ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. എൻ്റെ പിന്നിൽ നിൽക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. ഈ ദേശത്തെ അടക്കി വാഴുന്ന ശക്തികളുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മുൻപിൽ അത് അഴിയാൻ തുടങ്ങുകയാണ്. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റേഡിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവശക്തിയുടെ റേഡിയേഷനാ. മരുന്നുകൾ കൊണ്ട് ശരീരത്തിന് സൗഖ്യം വരുമെങ്കിലും രോഗങ്ങൾ ബാധിച്ചാൽ പകർച്ച ചെയ്യാൻ ഇവിടുത്തെ രോഗാണുക്കൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ നിന്നും ഒരു ശക്തിയുടെ റേഡിയേഷൻ വ്യാപരിക്കുന്നു. ദേശത്തെ അടക്കി വാഴുന്ന സാത്താന്യ ശക്തികളുടെ മുഖത്തെ തകർത്ത് ചില പ്രിയപ്പെട്ടവർ സ്നാന ജലത്തിലേക്ക് ഇറങ്ങത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തി രാത്രി സംഭവിക്കുകയാണ്. അതിന് വിപരീതമായി ബാധിക്കുന്ന പാതാള ശക്തികളെ ഇന്ന് രാത്രി ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ഹംദൽ ഘടകന അധികജകൾ ഘടകന ഉദരാധികനയാരകാനക. ഓ ഹംദൽ ഘടകന അധികജകൾ ഘടകന അധികനയാരകാനക. ആദൽ ഘടകന ചില ശരീരങ്ങളുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന ചില രോഗത്തിൻ്റെ അണുബീജങ്ങൾ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കരം അഴിച്ചു മാറ്റുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ഇതാ ചില വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരം തൊടുകയാണ്. എനിക്ക് നിത്യവീട്ടിൽ കാണണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. പാസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം അനുസരിച്ച് എനിക്ക് നിത്യ വീട്ടിലെത്തണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ കൂടി നടക്കുന്ന എൻ്റെ സഭയുടെ ആളുകൾ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർ വിടക്കെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാലും എൻ്റെ ചോര ഇറ്റിറ്റ് വീഴേണ്ടി വന്നാലും യേശുവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഒരു ഭീരുവായിട്ടല്ല, ഒരു ധീരനായി നിൽക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് പറയുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ ഈ കരങ്ങളുടെ മേൽ വിടുതലിൻ്റെ കരം വ്യാപരിക്കട്ടെ. നിയമ രക്തത്താൽ ഈ കരങ്ങൾ സ്വതന്ത്രമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമെന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. കരമൊന്ന് ഈ രാത്രി ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് വീശി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ആ കരമൊന്ന് വീശി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഈ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ പിരിയാൻ പോകുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ആ പുത്തനാം യെരൂശലേമിന്റെ ദർശനം അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചൊന്ന് പാടാൻ തുടങ്ങുകയാണ്.
പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. ദത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വ ദൈവമക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. ഇന്ന് രാത്രി പ്രത്യാശ നിറഞ്ഞ ദൈവവൈതലേ, ചുക്കിച്ചുളുങ്ങിയ ശരീരത്തിന്റെ ബലഹീനത മാറും. നിത്യതയുടെ തേജസ്സിൽ ദൈവപുത്രന്റെ പ്രഭ നീ അണിയും. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അകക്കണ്ണുകൾ തുറന്ന് നിത്യതയുടെ ദർശനം കണ്ട് നമുക്കൊന്ന് കരമടിച്ച് ആത്മാവിൽ ആരാധിച്ച് പിരിയണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മബലത്തോടെ ആരാധിക്കുക. നിത്യവീടിനെ അകക്കണ്ണുകൾ കൊണ്ട് കാണുക. യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നീതി സൂര്യ ശോഭയാൽ നല്ല ഇരുൾ മാറിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും. നീതി സൂര്യ ശോഭയാൽ നല്ല ഇരുൾ മാറിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. വിപ്ലവം ഭോഗമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുമ്പോൾ ശോകം രോഗം യുദ്ധം വൃദ്ധ ജാതികളിൽ വിപ്ലവം ഭോഗമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുമ്പോൾ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവ്വവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവ്വവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ.
വിഭാരകതേ വിക്ഷലകാരകതേ ഹല്ലേലൂയ 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 ഗ്ലോറി 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 ആമേൻ 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 ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു എന്നുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എല്ലാവരും ഒരു മിനിറ്റ് കൂടി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. നമ്മൾ ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തോടുകൂടി നടക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് ഈ വർഷം വരും. അവൻ വരുവാൻ താമസമായാൽ 2018 ഫെബ്രുവരി 1, 2, 3, 4 തീയതികളിൽ നമുക്ക് വീണ്ടും ഇവിടെ കാണാം. അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ നമുക്ക് ഒരുമിച്ച് വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള കാര്യങ്ങൾ